at large and work tirelessly till the end to live rather than robbing or stealing. We have to do a lot. Counselors and trainers have to do a lot, because making money or becoming well-to-do is not an end in itself. Living happily is, and living a happy life is what matters at the end. Counselors, trainers need to strengthen their portfolios, strengthen their skills, and make vigorous attempts to really face these challenges and educate the society how to live a happy life without killing others and without killing themselves. And certainly the Professional Counselors and Trainers Association, under the leadership of Manohar Lal, is trying to do a lot of things. But I think we need to really pull up our socks and start working more and more to address the challenges the society is facing, to address the challenges the so-called full literate Kerala state is facing. I am confident we as a group will be able to do a lot more, and it will help our state and our brethren to live their lives as a happy life. And I am very thankful to all those who are present here in good numbers. Maybe the Happy's name itself would have attracted a lot of people. Thank you, Happy. I am seeing a good crowd today. That is nice. And I appreciate all of those who have joined for this today's Koravu webinar. And I thanks all of you joined today, and I'm confident Happy will give you a very good informative session in the coming few minutes. Thank you all. Once again, thank you all. Over to Jasmine. Thank you, sir. Thank you for your insightful speech. And I think let us join together and work together to do something for the people around us. And next is I invite Joseph Jones, sir, for introducing the resource person. Over to you, sir. Thank you, Jayasreema. Good evening, all. Koravu പ്ലാറ്റ്ഫോമിന് എന്തുകൊണ്ടും അനുയോജ്യയായ ഒരു റിസോഴ്സ് പേഴ്സണാണ് നമുക്കുള്ളത്. ഹാബി മാഡം, ഹാബി മാഡത്തെ പരിചയപ്പെടുത്തുവാൻ തന്ന അവസരത്തിന് സെക്രട്ടറിക്ക് നന്ദി പറയുന്നു. തിരുവനന്തപുരം ഹാബി MP തൃശ്ശൂർ പൂങ്കുന്നം സ്വദേശിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ആലത്തൂർ ഗ്രാമത്തിൽ മുണ്ടക്കൽ വിജയന്റെയും പ്രമീളയുടെയും രണ്ടാമത്തെ മകളാണ്. സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, TA തെറാപ്പിസ്റ്റ്, ഓതർ എന്നീ നിലകളിലൊക്കെ ശോഭിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി ഹാബി മാഡം. ഒമാനിലെ ഇന്റർനാഷണൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിലെ ലൈബ്രറി വകുപ്പ് മേധാവിയായിരുന്നു. ഇപ്പോൾ പൂങ്കുന്നത്ത് കൗൺസിലിംഗ് തെറാപ്പി സെന്റർ നടത്തുന്നു. 25 വർഷം വിദേശത്ത് ആയിരുന്നു. ഹാബി മാഡത്തിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്കൊന്ന് നോക്കാം. MSc അപ്ലൈഡ് സൈക്കോളജി ഫ്രം ഭാരതിയാർ യൂണിവേഴ്സിറ്റി, PG ഇൻ ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ മദ്രാസ് യൂണിവേഴ്സിറ്റി, ഡിഗ്രി ഫിലോസഫിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 1ാം റാങ്ക് അത് പരാമർശിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഡിഗ്രി ഉണ്ട്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഡിഗ്രി കൂടിയുണ്ട്. ഓതർ ഓഫ് 2 ബുക്സ്. ഒന്ന് നമുക്കറിയാം, നമ്മുടെ ആൻഡ്രോ മൈക്കിൾ സാറും ആയിട്ട് ചേർന്ന് എഴുതിയ സ്ട്രെസ് സിറപ്പ് മാത്രമല്ല, അതൊരു ടോണിക്കും കൂടിയാണെന്ന് ഞാനിന്ന് ബുക്കിലൂടെ ഒന്ന് കടന്നുപോയി കേട്ടോ.
ആ കോട്ട് എല്ലാ പേജിലും കോട്ടുകളൊക്കെ തന്നിരിക്കുന്നുണ്ട്. അത് ഒരു ടോണിക്കിന്റെ എഫക്റ്റ് തരുന്നുണ്ട്. പിന്നെ മറ്റൊരു ബുക്ക് ഗ്യാസ് ലൈറ്റിംഗ്. ഇത് അതും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഞങ്ങളൊരു ക്ലാസ്മേറ്റ് കൂടിയാണ്. ലേണിംഗ് ഡിസബിലിറ്റി 2020 തോന്നുന്നു ജി ഹോപ്പിന്റെ ക്ലാസ്സിൽ ഉണ്ട്. അപ്പോൾ അന്ന് ഒമാനിൽ നിന്നും മാഡം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഏതാണ് ഈ മാലാഖ. പിന്നീടാണ് അറിഞ്ഞത് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബിലെ മാലാഖമാരിൽ ഒരാളാണെന്ന്. നമുക്കറിയാം മാലാഖമാർക്ക് പ്രത്യേക ഒരു തേജസ്, എനർജി, ഒരു റേഡിയൻസ് ഉണ്ട്. അതൊന്നും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ തേജസ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി ഹാബി മാഡം. മാഡത്തിൻ്റെ ഒറ്റ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, അങ്ങനെ ഒത്തിരി ക്വാളിഫിക്കേഷൻ അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഭർത്താവ് മിസ്റ്റർ സുധൻ മസ്കറ്റിൽ ബിസിനസ്സുകാരനാണ്. മകൻ ആദിത്യ ക്ലൗഡ് എഞ്ചിനീയർ ഇൻ കാനഡ. മകൾ BCom ആൻഡ് ACCA പഠിക്കുന്നു. ആത്മിക, ആദിത്യയാണ് മകൻ, ആത്മിക മകൾ. ഓക്കെ, എല്ലാവരും ഓടിയെത്തുക എന്നുള്ളതൊരു പരസ്യമാണ്. ഏതാണ്? വമ്പിച്ച കിഴിവ് അല്ലേ? എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. അപ്പോൾ ആ കിഴിവിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ നഷ്ടപ്പെട്ട് നമ്മൾ ലാഭം കൊയ്തോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് നോക്കാം, നമ്മുടെ ഹാബി മാഡത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഓവർ ടു MC. താങ്ക് യു. താങ്ക് യു ജോസഫ് ജോൺ സർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയിരിക്കുന്ന ഹാബി മാമാണ്. വമ്പിച്ച വിലക്കുറവ്, പരന്തു എന്ന് പറഞ്ഞിട്ട് മാം നടുവിൽ ഒരു ഹിന്ദി വേർഡൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ എന്തൊക്കെ എത്ര തന്നെ ക്ലാസ് എടുത്താലും പിന്നെയും നമ്മൾ ഒരു വിലക്കിഴിവ് കാണുമ്പോൾ പുറകെ ഓടുന്ന ഒരു പ്രകൃതം എല്ലാവരിലും പലപ്പോഴും കാണേണ്ടത്. നമുക്ക് ഈ മാമിന്റെ ക്ലാസ് കണ്ടിട്ടെങ്കിൽ മാമിന് ഇതൊന്നും ആയിരിക്കില്ല പറയാനുള്ളത് എനിക്കറിയാം. എന്നാലും നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാം, പരമാവധി മാറാനും ശ്രമിക്കാം. അപ്പം മാമിന്റെ വിലയേറിയ വാക്കുകൾക്കായിട്ട് മാമിനെ ക്ഷണിച്ചോളൂ. താങ്ക് യു മാം. എല്ലാവർക്കും നമസ്കാരം. പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ എറണാകുളം ചാപ്റ്റർ ഉറവിന്റെ 120ാമത്തെ വെബിനാർ സീരീസിലേക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് ക്ഷണം കിട്ടിയതിൽ ഞാൻ ആദ്യമായി ഈശ്വരന് നന്ദി പറയുകയാണ്. ഒപ്പം ഉറവിന്റെ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും എൻ്റെ കൂപ്പുകൈ. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ന് രാത്രി കേട്ട് നാളെ രാവിലെ ആവുമ്പോഴേക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഇതൊരു അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു സെഷൻ ആയിരിക്കും. പണ്ട് ശ്രീബുദ്ധന്റെ അടുത്ത് ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ട് ചെന്ന കഥ ഓർമ്മയുണ്ടാവുമല്ലോ. അമിതമായി ശർക്കര കഴിക്കുന്ന കുട്ടിയെയും കൊണ്ട് ശ്രീബുദ്ധന്റെ അടുത്ത് അമ്മ ചെന്നപ്പോ, ഇവന്റെ ഈ ശർക്കര കഴിക്കലൊന്ന് നിർത്തി തരാമോ ഗുരു എന്ന് ചോദിച്ചപ്പോ ശ്രീബുദ്ധൻ പറഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ എന്നാണ്. 2 ആഴ്ച കഴിഞ്ഞ് അമ്മയും മകനും തിരിച്ചു വന്നപ്പോ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കണ്ടപ്പോ ശ്രീബുദ്ധൻ പറഞ്ഞു, കുഞ്ഞെ, അമിതമായി ശർക്കര കഴിക്കുന്നത് നല്ലതല്ല. ആ ശീലം ആരോഗ്യത്തിന് ഹാനികരമാണ്. നീ അത് നിർത്തണം. അമ്മ ചോദിക്കുന്നു, ഇത് 15 ദിവസം മുൻപ് ഞാൻ വന്നപ്പോൾ പറയാമായിരുന്നല്ലോ. ശ്രീബുദ്ധൻ പറയുന്നു, അന്ന് ഞാനും അമിതമായി ശർക്കര കഴിക്കുന്ന ഒരാളായിരുന്നു. ഈ കഴിഞ്ഞ 15 ദിവസം കൊണ്ടാണ് ഞാൻ ആ ശീലം മാറ്റിയത് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികവും ഞാൻ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വല്ലപ്പോഴുമൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നത്. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം അങ്ങനെ ഒന്നാണ്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും അത് ഉപകാരപ്രദമാവട്ടെ എന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുകയാണ്. ഒരു 7 മാസം മുൻപ് ജൂൺ മാസത്തില് മഴക്കാലത്ത് 25 വർഷത്തെ വിദേശവാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തുകയാണ്. ഒമാനിലായിരുന്നു 25 വർഷം.
ഇവിടെ എത്തുമ്പോൾ മഴക്കാലം, നല്ല ഓർമ്മകളും നല്ല അന്തരീക്ഷവും ഒക്കെ ആയിട്ട് ആ പറിച്ചു നടലിന്റെ വേദന അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞില്ല. അതിനേക്കാളേറെ ഈ മഴയത്ത് വണ്ടി ഓടിച്ച് നടക്കുക എന്നുള്ളൊരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 20 വർഷമായിട്ട് ഒമാനിലെ റോഡുകളിൽ വണ്ടി ഓടിച്ച് നടന്നിരുന്ന ഞാൻ, ഒമാനിലെ റോഡെല്ലാം എൻ്റെ സ്വന്തമാണ്. സ്റ്റിയറിംഗുമ്മ കൈവച്ച് 8ാം കട്ടയിൽ ഞാൻ തന്നെ പാട്ടുപാടി ആ റോഡിലൂടെ ഇങ്ങനെ എൻ്റെ വണ്ടി ഒഴുകുന്ന കാലങ്ങളായിരുന്നു അതെല്ലാം. ട്രാഫിക് റൂൾസ് പരിപാലിച്ചാൽ മതി, നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവിടെ ഒരാളും വേറൊരു തരത്തിൽ ഡ്രൈവിങ്ങിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ പൈസക്കാരനെന്നോ പൈസ ഇല്ലാത്തവനെന്നോ ഒന്നും വ്യത്യാസമില്ല. നിയമങ്ങൾ എല്ലാവർക്കും അവിടെ ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് തന്നെ റോഡിലും അതേ നിയമങ്ങൾ എല്ലാവരും പാലിക്കും. ഡ്രൈവിംഗ് എല്ലാവർക്കും സുഖവുമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് 20 വർഷത്തെ ശീലത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷ ഇവിടെ എങ്ങനെ വണ്ടി ഓടിക്കും എന്നുള്ളതാണ്. ഒമാനിലാണെങ്കിൽ ഓട്ടോറിക്ഷ ഇല്ല, 2 വീലർ ഇല്ല, റോഡിലൂടെ നടക്കുന്ന മനുഷ്യരില്ല. ഇവിടെയാണെങ്കിൽ കാലൊന്ന് കുറച്ചകത്തി വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടോറിക്ഷ പോകും, അല്ലെങ്കിൽ 2 വീലർ പോകും. ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ റോഡിലെ. വേറൊരാൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പോലും വണ്ടിയിലിരിക്കാൻ എനിക്ക് ഭയമാണ് ഇവിടെ. ഇത് കേൾക്കുമ്പോ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, ഈ ഒമാന്റെ ഗീർവാണം തള്ളാനാണോ ഇവളിവിടെ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഒരു ശീലിച്ചു പോയ ആ ശീലത്തിൽ നിന്നും ഒരു ഭയത്തിനെ മറികടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന്റെ കഥയാണ് പറയുന്നത്. കാർഷെഡിൽ വണ്ടി കിടക്കുന്നുണ്ട്. ഭർത്താവിന്റെ ഓട്ടങ്ങൾക്കായി അദ്ദേഹം വാങ്ങിച്ചിട്ടിരിക്കുന്ന ടൊയോട്ട ഹൈറൈഡർ, പുത്തൻ വണ്ടി. 2 മാസമായിട്ടുള്ളൂ അന്ന് വാങ്ങിച്ചിട്ട്. പക്ഷെ ഓടിക്കാൻ ധൈര്യമില്ല. ഞാനപ്പോ വിചാരിച്ചു, ഈ ഭയത്തിൽ നിന്നും ഒന്ന് കരകയറണമല്ലോ. എനിക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് തരാനായിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ സഹായിച്ച ഒരു മനുഷ്യനെ ഞാൻ ഓർത്തു. അദ്ദേഹത്തിനെ വിളിച്ചു. എനിക്ക് ഈ റോഡ് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ ആരെങ്കിലും ഉണ്ടോ? ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി വന്നു, ഒരാളുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, പക്ഷെ സഹായിക്കും, നല്ല ക്ഷമയോടുകൂടെ പറഞ്ഞു തരും, റോഡൊക്കെ പരിചയപ്പെടുത്തി തരും. ഞാൻ സാധാരണ വിളിക്കാറുള്ള ആളാണ് ഇത്തരം കാര്യങ്ങൾക്ക്. ഞാൻ ആ നമ്പർ എടുത്ത് വിളിക്കുന്നു. അദ്ദേഹം വരുന്നു. പഴയ സിനിമാ നടൻ സോമന്റെ പോലെ ഇവിടെ വരെ കൃതാവൊക്കെ ആയി, ചുളിഞ്ഞ മുടി ബാക്കിലേക്ക് ഈരിയിട്ട് ഒരു ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രത്യേകതരം മനുഷ്യൻ. മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ തമാശകൾ കേട്ട് ഞാൻ ചിരിച്ച്, ഒരു പക്ഷേ അതിന്റെ ഒരു അസോസിയേഷൻ കൂടി ആവാം, ഡ്രൈവിങ്ങിനോട് എനിക്കുണ്ടായിരുന്ന പേടി അങ്ങനെ ആക്കുന്നു. പൂങ്കുന്നത്ത് നിന്ന് പൂമല വരെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അദ്ദേഹം വലതുവശത്ത് ഡ്രൈവർ സീറ്റിലും ഞാൻ ഇടതുവശത്ത് പാസഞ്ചറായിട്ടും ഇരുന്നിട്ടാണ് പോകുന്നത്. ഈ യാത്രയിൽ ഞാൻ ഈ റോഡിന്റെ ഒരു മനഃശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, വണ്ടികളുടെ ബിഹേവിയർ, റോഡിന്റെ സ്ഥിതി, ഇത് മുഴുവനും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ച് പൂമലയിൽ നിന്നും പൂങ്കുന്നം വരെ ഞാനാണ് വണ്ടി ഓടിച്ചത്. ആദ്യമായി കേരളത്തിലെ റോഡിലൂടെ ഞാൻ അന്ന് ഒരു 4 വീൽ ഡ്രൈവ് ഓടിച്ചു വന്നു. അതിനുശേഷം ഈ ഓട്ടത്തിനിടയിൽ ഇദ്ദേഹം എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട്, ഡ്രൈവിംഗ് അല്ല ഈ റോഡിനെ പരിചയപ്പെടുത്താനായിട്ട് വന്ന ഈ വ്യക്തി ഈ വണ്ടി കണ്ടപ്പോൾ ആകെ എക്സൈറ്റഡ് ആണ്, ആവേശം മൂത്തിട്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പരാക്രമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓ മാഡം, എന്തൊരു സുഖാണ് ഈ വണ്ടി ഓടിക്കാൻ. ഓട്ടോറിക്ഷ ഡ്രൈവർ ആണ് അദ്ദേഹം. അപ്പൊ ഞാനത് ആ ഒരു രീതിയിലാണ് എടുത്തുള്ളൂ. ഒരു നല്ല വണ്ടി കണ്ടപ്പോൾ ഒരു ഇഷ്ടം. ഇദ്ദേഹം ത്രില്ല് കൂടിയിട്ട് ഈ ഓട്ടത്തിനിടയിൽ ഇടയ്ക്ക് സ്പീഡ് കൂട്ടുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഒമാനില് കാളവണ്ടി ഡ്രൈവർ എന്ന് പേരെടുത്ത ഒരാളാണ്. വളരെ സ്ലോയില് ഞാൻ വണ്ടി ഓടിക്കുള്ളൂ. എനിക്ക് സ്പീഡ് ഭയമാണ്. ഭയമല്ല, കംഫർട്ടബിൾ അല്ല. ഇദ്ദേഹത്തിന്റെ ഈ സ്പീഡ് കൂട്ടുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, സ്പീഡ് കൂട്ടല്ലേ, പതുക്കെ ഓടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഡം ഇത് ഇങ്ങനെ ഓടിക്കാനുള്ള വണ്ടിയല്ല, ലോങ് ഡ്രൈവിന് പോണം. അപ്പൊ ഈ തിരക്കൊന്നുമില്ലാത്ത ഹൈവേയില് ഓടിക്കുകയാണെങ്കിലാണ് ഇതിന്റെ ഒരു ഫുൾ ഗുമ്മ അങ്ങോട്ട് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഇത്രയ്ക്കൊക്കെ ഗുമ്മ മതി. അല്ല മാഡം, ലോങ് ഡ്രൈവ് പോകുമ്പോൾ എന്നെയും കൂടെ ഒന്ന് വിളിക്കൂ, ഞാൻ ഡ്രൈവറായിട്ട് വരാം. അങ്ങനെ അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു. ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ച് ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ.
8 മണിയായപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. 8:30 തൃശ്ശൂരിന്റെ ആ ടൗണിന്റെ ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഒല്ലൂർക്ക് എത്തി. ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ആവേശം കണ്ട് ഇദ്ദേഹം സ്പീഡ് കൂട്ടുമ്പോഴൊക്കെ നിയന്ത്രിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു വളവിൽ നിന്നും ഒരു ട്രക്ക് ചാഞ്ചാടി ആടി ഇങ്ങനെ പതുക്കെ ചാഞ്ചക്കം ചാഞ്ചക്കം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതിന്റെ പിന്നില് ഒരു ബസ്സും വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കി ആ ബസ് ചിലപ്പോ ഈ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഡ്രൈവറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാഷെ ഒന്ന് ഇടത്തോട്ട് ഒതുക്കിയിട്ടോളൂ, ആ ബസ് പോയിക്കോട്ടെ, അത് ചിലപ്പോൾ അങ്ങോട്ട് കയറി വരും. ഇദ്ദേഹം കേട്ടതായേ ഭാവിക്കുന്നില്ല, വെച്ച് പിടിക്കുകയാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു, ഒന്ന് ഇടത്തോട്ട് ഒതുക്കിയാൽ ആ ബസ് പോയിക്കോളും. അപ്പൊ പറഞ്ഞു, നമ്മുടെ ഭാഗത്താണ് റൈറ്റ്, നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ്, അയാൾ ഇതിലെ വരാൻ പാടില്ല. ഇത് പറഞ്ഞു തീരുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോ ഹൈ റൈഡറും ഈ ബസ്സും മുഖാമുഖം ഇങ്ങനെ മുട്ടും എന്നുള്ള മട്ടും നിൽക്കുക. ആ ബസ് ഇങ്ങോട്ട് കടന്നു, നമ്മളുടെ ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ഞൊടിയിടയിൽ ഈ ഡ്രൈവർ വെട്ടിച്ചു, വണ്ടി വെട്ടിച്ചു. ഇടതുവശത്ത് ഒരു മരം ഉണ്ടായിരുന്നു, അതുമ്മ ചെന്ന് ഇടിക്കാതിരിക്കാൻ വീണ്ടും വെട്ടിച്ചു. മുൻപിലുള്ള ഒരു ചളിക്കുഴിയിൽ പ്ലക്കോന്നും പറഞ്ഞിട്ട് വണ്ടി വന്നു നിന്നു. കഴുത്തിലെ എന്റെ ബെൽറ്റ് ഒരു വലിയല് ഈ സ്പീഡിൽ. ഞാൻ ശ്വാസം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴേക്കും അങ്ങൊരു ഇടിക്കാതിരുന്നത് ഭാഗ്യം. എത്ര പിന്നാലെ നടന്നാലാണെന്നറിയാമോ ഒരു 2000-3000 രൂപ കിട്ടുവരെ കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇടിക്കാൻ നിന്ന് കൊടുത്തത്? അദ്ദേഹം പറയണു, അല്ല, അത് പിന്നെ ഇവനൊരു പാഠം പഠിക്കണല്ലോ, അഹങ്കാരികളാണ്, വലിയ വണ്ടിയാണെന്നുള്ള ഒരു ധാരണയാണ്, അതൊന്ന് മാറ്റി കൊടുക്കണല്ലോ, ഒരു പാഠം പഠിപ്പിക്കണല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ട് ആരാണ് ഇപ്പൊ പാഠം പഠിച്ചത്? എന്റെ കുട്ടികൾക്ക് തള്ള ജീവിച്ചിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ശ്വാസം വലിക്കുന്നു. എന്താണ് ഇവിടെ നടന്നത്? ഡിസ്കൗണ്ടിങ്, വമ്പിച്ച വിലക്കിഴിവ്. ഡിസ്കൗണ്ടിങ് അതായത് അപകട സാധ്യത മുൻകൂട്ടി കണ്ടിട്ട് ഞാനത് അറിയിക്കുന്നുണ്ട്, അപകടം വരാൻ പോകുന്നു, ഒഴിഞ്ഞു മാറൂ. ഇദ്ദേഹം കേൾക്കുന്നില്ല. ഇദ്ദേഹവും അത് കണ്ടു കാണും, ഇത്ര നാളും വണ്ടി ഓടിക്കുന്ന ഒരാളല്ലേ. അതിനെ അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചയെ അദ്ദേഹവും ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അഥവാ വണ്ടി വരും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. ജീവിതത്തിൽ നാം എല്ലാവരും അറിയാതെ ബോധപൂർവമല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസ്കൗണ്ടിങ്. ഈ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമായിട്ടില്ലെങ്കിൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന പുസ്തകത്തിലെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലായിക്കോളും. അതിനു മുൻപായിട്ട് ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന പലർക്കും ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്താണെന്ന് അറിയാം, അറിയാത്തവരുണ്ടായിരിക്കും. ഡോക്ടർ എറിക് ബേൺ, 1910 കാനഡയിൽ ജനിച്ച ഡോക്ടർ എറിക് ബേണിന്റെ മനഃശാസ്ത്ര സിദ്ധാന്തമാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. അതിലെ ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്കൗണ്ടിങ്. അദ്ദേഹത്തിന്റെ കാലശേഷം ഡെവലപ്മെന്റൽ TA എന്ന് പറയുന്ന മറ്റൊരു ശാഖ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും വിശദീകരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്കൗണ്ടിങ്. ഒരു റെസ്റ്റോറന്റിൽ ഒരാൾ ചെന്നിരിക്കുന്നു, അയാളും അയാളുടെ സുഹൃത്തും. ഇയാള് ദാഹിച്ചു വലയുന്നുണ്ട്, വെള്ളം വേണം, തൊണ്ട വരളുന്നുണ്ട്, ചുണ്ടുണങ്ങുന്നുണ്ട്. പക്ഷെ സീറ്റിലിരുന്ന്, നമ്മളെല്ലാവരും കാണിക്കാറുള്ള ഗോഷ്ടിയാണ്, സീറ്റിലിരുന്ന് കയ്യും കലാശം കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കുക. വെള്ളം വെയിറ്റർ നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് തന്നാലല്ലാതെ എടുത്ത് കുടിക്കില്ല. ഇയാളും അത് തന്നെ ചെയ്യുന്നു. വെയിറ്റർ വരുന്നില്ല. ഇയാൾക്ക് നിരാശയായി. പണ്ട് ഇയാളുടെ അമ്മ കുട്ടിക്കാലത്ത് ഇയാൾ കൊച്ചായിരിക്കുമ്പോ വെള്ളം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ വിളിക്കുമ്പോൾ വരാതിരുന്ന അമ്മ, എന്നെ അമ്മയ്ക്ക് ആവശ്യമില്ല എന്ന ആ ഒരു തോട്ടുമായി കണക്റ്റഡ് ആയിട്ട് വെയിറ്ററുടെ തലയ്ക്ക് മുകളിൽ അമ്മയുടെ തല വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണ്. എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം തരുന്നില്ല, അല്ലെങ്കിലും എൻ്റെ കാര്യം ഇങ്ങനെയാണ്, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ചിന്തിച്ചാൽ മനസ്സിലാവും, ഇയാളുടെ മുൻപിൽ ഓപ്ഷൻസ് ഉണ്ട് ഇല്ലേ? എഴുന്നേറ്റ് ചെന്ന് വെയിറ്ററോട് വെള്ളം ചോദിക്കാം, അടുത്ത മേശയിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാം,
ഇത് രണ്ടും നടന്നില്ലെങ്കിൽ റിസപ്ഷനിൽ പോയിട്ട് വെള്ളം ചോദിക്കാം. ഇതൊന്നും ചെയ്യാതെ വെയിറ്റർ ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരുന്നത് നോക്കി ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാളുടെ സുഹൃത്താണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് പറയാണ്, അല്ലെങ്കിലും അതെ, ഇവനെ പോലുള്ള ഒരാളെ വെയിറ്ററായിട്ട് വെക്കുന്ന മാനേജറെ പറഞ്ഞാൽ മതി. ഞാനായിരുന്നു ഈ മാനേജർ, ഈ ഹോട്ടലിന്റെ മാനേജർ എങ്കിൽ ഇയാളെ വെക്കില്ലായിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഡിസ്കൗണ്ടിങ്. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷണൽ അനാലിസിസിൽ ഡിസ്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അൺഅവെയർലി ഇഗ്നോറിംഗ് ഇൻഫർമേഷൻ റെലവന്റ് ടു ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രശ്നം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ, ആ പ്രശ്നം പരിഹരിക്കാൻ പ്രയോജനപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ, ഒരു ഘടകം നമ്മൾ അറിയാതെ അവഗണിച്ച് പ്രശ്നം സോൾവ് ചെയ്യാതെ വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിനെയാണ് ഡിസ്കൗണ്ടിങ്, വമ്പിച്ച കിഴിവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഷിഫി ആൻഡ് ഫാമിലിയാണ് ഈ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. TA ടുഡേ എന്ന പുസ്തകത്തിലെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതായത് യാഥാർത്ഥ്യത്തിന്റെ ചില വശങ്ങളെ അവഗണിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് ശീലിച്ചു വന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ടാവും എൻ്റെ കുട്ടിക്കാല അനുഭവങ്ങളിൽ നിന്നും. ആ തീരുമാനത്തിന്റെ പുറത്ത് ഞാൻ ഒരു നിലപാടെടുത്തു വെച്ചിട്ടുണ്ടാവും, എന്നെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പറഞ്ഞു തന്ന പാഠങ്ങൾ, എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഈ രണ്ട് തീരുമാനങ്ങളും നിലപാടുകളും ചേർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ ഈ വീഡിയോയിൽ എന്നെ ഒരു ഫ്രെയിമിൽ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഓരോ ഫ്രെയിമിലാണ്. ഈ ഓരോ ഫ്രെയിമിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിനെ നോക്കിക്കാണുന്നത്. ലോകത്തിനെ മാത്രമല്ല, മറ്റുള്ളവരെയും സ്വയം തന്നെയും നോക്കുന്നത് ഇതുപോലെ ഒരു ചട്ടക്കൂടിനുള്ളിൽ വെച്ചുകൊണ്ടാണ്. ഈ ചട്ടക്കൂടിനുള്ളിൽ നാം നിൽക്കുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ കുറെ വശങ്ങൾ നാം പോലും അറിയാതെ അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങൾ നമുക്ക് മിസ്സായി പോകുന്നത്. ഇത് ബോധപൂർവം നടക്കുന്നതല്ല. ഡിസ്കൗണ്ടിങ്ങിന്റെ ഒപ്പം വരുന്ന മറ്റൊരു കാര്യമാണ് ഗ്രാൻഡിയോസിറ്റി, പെരുപ്പിച്ച് കാണിക്കുക. മിനിമൈസേഷൻ, ചുരുക്കി കാണിക്കുക. ഞാൻ സീറ്റിലിരുന്ന് വെള്ളം ദാഹിച്ചു വലഞ്ഞിരിക്കുമ്പോൾ വെയിറ്റർ എനിക്ക് വെള്ളം കൊണ്ട് തരണം എന്ന് ഞാൻ പറയുമ്പോൾ വെയിറ്റർക്ക് ഞാൻ ആവശ്യമില്ലാത്ത പവർ കൊടുക്കുകയാണ്, എക്സാജറേറ്റ് ചെയ്യാണ്. അവിടെ ഗ്രാൻഡിയോസിറ്റി, എന്റെ പവർ ഞാൻ കുറച്ച് കാണിക്കുകയാണ്. എഴുന്നേറ്റ് ചെന്ന് വെള്ളം എടുക്കാനുള്ള എന്റെ കേപ്പബിലിറ്റിയെ ഞാൻ കുറച്ച് കാണിക്കുകയാണ്. മിനിമൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ടിങ്ങിന്റെ കൂടെ വരുന്ന സംഭവങ്ങളാണ് ഗ്രാൻഡിയോസിറ്റിയും മിനിമൈസേഷനും. പക്ഷേ ഡിസ്കൗണ്ടിങ് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണെങ്കിൽ ഗ്രാൻഡിയോസിറ്റിയും മിനിമൈസേഷനും അറിഞ്ഞുകൊണ്ട് പർപ്പസീവ്ലി നടക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? ഈ ഡിസ്കൗണ്ടിങ്ങിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണം. ഡിസ്കൗണ്ടിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം നമ്മൾ ഈ റിയാലിറ്റിയുടെ ഒരു വശത്തിനെടുത്ത് അങ്ങോട്ട് ഊതി വീർപ്പിക്കും. ആക്ച്വലി ആ വെയിറ്റർ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം, മറ്റുള്ളവർക്ക് നന്നായിട്ട് സെർവ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഹോട്ടലിൽ നല്ലൊരു തൊഴിലാളി ആയിരിക്കാം. പക്ഷേ ഈ ഇരിക്കുന്ന ഫ്രണ്ട് പറയുന്നത് എന്താണ്? ഇവനെ ഒന്നിനും കൊള്ളില്ല, ഈ പൊസിഷനിൽ ഇരിക്കാൻ അർഹതയില്ല. അയാള് വലിയ ആളാവാണ്, ഈ പറയുന്ന ഫ്രണ്ട്. എന്നിട്ട് ഈ വെയിറ്ററിനെ വില കുറച്ച് കാണിക്കുകയാണ്, ഇടിച്ച് കിഴിച്ച് കാണിക്കുകയാണ്. ഇതാണ് ഡിസ്കൗണ്ടിങ്ങിന്റെ ഒരു മറിമായ. നമ്മൾ അറിയുന്നില്ല, ഈ പറയുന്ന ഞാനടക്കം ഓരോ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നത്തിന് ശരിയായ രീതിയിൽ പരിഹരിക്കാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നതാണ് ഡിസ്കൗണ്ടിങ്. ഡിസ്കൗണ്ടിങ് നടക്കുന്നത് കൊണ്ടാണ് പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നത്. അതായത് പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായ ഒരു ഘടകത്തിനെ കണ്ടില്ല എന്ന് വെക്കുകയാണ്. കണ്ടില്ല എന്ന് അഭിനയിക്കല്ല, ഇഗ്നോറിംഗ് ഇൻഫർമേഷൻ വിതൗട്ട് അവയർനെസ്.
the information which is relevant to the solution of a problem. നമ്മുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു ജിഗ്സോ പസിൽ പോലെയാണ്. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. ജനിച്ച് വീഴുന്ന നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെ എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. റോഡിലൂടെ അപകടം കൂടാതെ എങ്ങനെ ഡ്രൈവ് ചെയ്യാം? അടുക്കളയിലെ പൈപ്പ് 2 പ്രാവശ്യം മാറ്റി വച്ചതാണ്, ഇപ്പോഴും ലീക്ക്. എങ്ങനെ പ്രശ്നം പരിഹരിക്കാം? ഞാൻ ഒമാനിൽ നിന്ന് മധ്യവേനൽ അവധിക്ക് ഇവിടേക്ക് ഓടി വരാറുള്ളത് എൻ്റെ വീടിന്റെ തെക്കേ മുറ്റത്ത് നല്ല മധുരമുള്ള മാങ്ങ തരുന്ന ഒരു മാവ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. എല്ലാ വേനലവധിക്കും ഞാൻ ഓടി വരുന്നത് ആ മാമ്പഴം കഴിക്കാനാണ്. ഈ കൗളത്ത് റൂഷിട്ട പോലെ ഒരു ഓറഞ്ചും പിങ്കും കലർന്ന ഒരു കളറില് 2 കൗളത്തും റൂഷിട്ട മാങ്ങ. മധുരമെന്ന് പറഞ്ഞാലാവില്ല, അത്ര മധുരമുള്ള മാങ്ങ. അത് മാവിന്റെ കടയ്ക്ക് വീണ് ഞാനത് എടുത്ത് വീട്ടിലേക്ക് വരുമ്പോ ആ വഴി മുഴുവനും അതിന്റെ മണാണ്, ആ മാമ്പഴത്തിന്റെ. ഇത് എന്നെ നാട്ടിലേക്ക് ആകർഷിച്ചിരുന്ന ഒരു ഘടകമായിരുന്നു. കഴിഞ്ഞതിന്റെ മുൻപത്തെ പ്രാവശ്യം ഞാൻ നാട്ടിൽ വരുമ്പോ ഹസ്ബൻഡ് ആ മാവ് മേപ്പോട്ട് നോക്കി ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഇതിന്റെ വേരുകൾ സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്നുണ്ട്, അത് അപകടമാണ്, ടാങ്ക് അത് പൊട്ടിച്ചു കളയും. ഞാൻ പറഞ്ഞു, അത് പൊട്ടിക്കട്ടെ എന്നിട്ടാവാം, അപ്പൊ അവിടെ നിൽക്കട്ടെ, ടാങ്ക് പോയാലും വേണ്ടില്ല മാവ് പോയിരുന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്രാവശ്യം ജൂണിൽ ഞാൻ ഒമാൻ വിട്ട് നാട്ടിലേക്ക് വരുമ്പോ ഭൂമിയോട് ചേർത്ത് വെട്ടി ആ മാവിനെ കളഞ്ഞിരിക്കുകയാണ്. ഹൃദയഭേദകം എന്ന് പറഞ്ഞാലാവില്ല, ഞാൻ എത്ര ദിവസങ്ങൾ കരഞ്ഞു എന്ന് എനിക്കറിയില്ല ആ മാവ് പോയിട്ട്. എൻ്റെ അമ്മ നട്ട മാവാണത്. ആ മാവ് കാണുമ്പോൾ, ആ മാമ്പഴം കഴിക്കുമ്പോഴും അല്ല, മാമ്പഴം ഇല്ലാത്തപ്പോഴൊക്കെ എൻ്റെ അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ മാവ് പോയി. ആ പ്രശ്നത്തിൽ നിന്നും ഞാൻ എങ്ങനെ കരകയറണം? ഒരു പ്രശ്നമാണത്. മറ്റുള്ളവർക്ക് അതൊരു മാവ്. ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവർക്ക് ടാങ്ക് നശിപ്പിക്കുന്ന മാവ് തീർച്ചയായിട്ടും വെട്ടണം. പക്ഷെ എനിക്ക് അതൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മരമായിരുന്നു. ഇതേപോലെ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ. ചില ആളുകൾ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും, ചില ആളുകൾ വളരെ അഗ്രസീവായിട്ട് സംസാരിക്കും. ചിലര് ഒരേ ആള് തന്നെ രാവിലെ ഫ്രണ്ട്ലി ആയിരിക്കും, വൈകുന്നേരം അഗ്രസീവ് ആയിരിക്കും. ഇത്തരത്തിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ കോൺഫ്ലിക്ട്സ്, ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണം, ധനനഷ്ടം, ജോലി നഷ്ടം, എല്ലാം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ മാവ് മുറിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ആ തെക്കോട്ട് നോക്കി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ലല്ലോ. എങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിക്കാം? ഡിസ്കൗണ്ടിങ് എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന വിഖ്യാതമായ മനഃശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ടിങ് നടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നടക്കുന്നതെന്നും എങ്ങനെ അതിൽ നിന്നും നമുക്ക് പ്രശ്നത്തിൽ നിന്നും കരകയറാമെന്നൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു പ്രശ്നം നമ്മുടെ മുൻപിൽ വന്നാൽ 2 വിധത്തിൽ അതിനെ കാണാം നമുക്ക്. ഒന്ന്, ഗ്രോൺ അപ്പ് തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിയർ വെച്ചിട്ട് അതിനെ ഡീൽ ചെയ്യാം. അതായത് പക്വതയാർന്ന മനസ്സോടെ നമുക്കതിനെ ഡീൽ ചെയ്യാം ആ പ്രശ്നത്തിന്. പക്വതയാർന്ന മനസ്സ്, ഇതിന് ട്രാൻസാക്ഷണൽ അനാലിസിസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ ചെറുതിലേ തൊട്ട് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്ന ചില വർത്തമാനങ്ങളാണിത്. ഒരു പക്വത ഇല്ലാത്ത രീതിയിലാണ് പെരുമാറ്റം. നിനക്കൊരു പക്വത വരാം. പക്വത എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കാര്യത്തിന്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കി അതിനെ കാണാനുള്ള ആ ഒരു കഴിവ്, ഇതാണ് പക്വത. ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഡൾട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നും ചിന്തിക്കാനുള്ള കഴിവ്. ഇതിനെയാണ് ഈ പക്വത എന്ന്. അത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി അറിയാത്തവര്. എപ്പോഴാണ് ഡിസ്കൗണ്ടിങ് നടക്കണേന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പേരന്റ് ഈഗോ സ്റ്റേറ്റ്, അച്ഛനമ്മമാര് പറഞ്ഞു തന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പണ്ട് കാലത്ത് അന്ന് അത് വാല്യൂബിൾ ആയിരുന്നിരിക്കാം, ഇന്ന് അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പേരൻസിൽ നിന്നും അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നും നമുക്ക് കിട്ടിയ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു കാര്യത്തിനെ കാണുകയാണ്. അപ്പൊ അതെന്താണ്? റിയാലിറ്റിയെ വികലമാക്കുകയാണ്. എൻ്റെ ഈ ഫ്രെയിമിലേക്ക് ഞാൻ റിയാലിറ്റിയെ പിടിച്ച് ഒതുക്കുകയാണ്. അപ്പൊ റിയാലിറ്റി ട്വിസ്റ്റായി വളഞ്ഞ് വികലമാവുകയാണ്. അതുകൊണ്ടാണ് പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. അപ്പൊ 2 തരത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് കണ്ടു. ഒന്ന്, റിയൽ ഗ്രോൺ അപ്പ് തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിയറിലൂടെ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. രണ്ടാമത്തേത് ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ക്രിപ്റ്റിലേക്ക് പോവാന്ന് പറയും. നമ്മൾ ആ വാക്ക് എടുക്കുന്നില്ല. അതിന് പകരം കുട്ടിക്കാലത്ത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നും അച്ഛനമ്മമാര് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിന്നും നമ്മളെടുത്ത ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ
ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലോകത്തെ നോക്കിക്കാണുന്നതും പ്രോബ്ലം നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ആ പ്രശ്നത്തിനെ നമ്മൾ കാണുന്നതും ഈ ഒരു ഫ്രെയിമിലൂടെ ആയതുകൊണ്ടാണ് അത് പരിഹരിക്കപ്പെടാതെ അവിടെ നിൽക്കുന്നത്. മറ്റൊരു കാരണം ഡിസ്കൗണ്ടിങ്ങിന് മാജിക്കൽ സൊല്യൂഷൻ. ചില വീടുകളിലൊക്കെ മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിലോ മക്കളും അച്ഛനമ്മമാരും തമ്മിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്ഥിരമായി ഞാൻ കേൾക്കുന്ന ചില ഡയലോഗുകളാണ്, കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളും, ഇങ്ങനെയൊക്കെയാണ് ജീവിതം. അതായത് ഒരു മാജിക്കൽ സൊല്യൂഷൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവിടെ, അല്ലാതെ റിയൽ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മറ്റൊരു വ്യക്തിക്ക്, കുടുംബത്തിലെ മറ്റൊരു വ്യക്തിക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അത് അഡ്രസ് ചെയ്യുന്നേ ഇല്ല. പകരം ഒരു മാജിക്കൽ സൊല്യൂഷന് വേണ്ടി കാത്തുക്കുകയാണ്. അപ്പൊ അവിടെ എന്താ ഉണ്ടാവണേ? പ്രശ്നം പരിഹരിക്കാനുള്ള എന്റെ കഴിവിനെ അവിടെ കൂട്ടിവെച്ച് ഞാൻ അത് പരിഹരിക്കാതെ കംഫർട്ട് സോണിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. മാജിക്കൽ സൊല്യൂഷന് നമ്മൾ കാത്തിരിക്കുമ്പോൾ അതാണ് ഉണ്ടാവുന്നത്. എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ, പക്ഷെ ഞാൻ ആ എനർജി ഉപയോഗിക്കുന്നില്ല. പകരം ആ എനർജി വെറുതെ പാസീവായിട്ട് കിടക്കാൻ ഉപയോഗിക്കുകയാണ്. ആക്റ്റീവ് പ്രോബ്ലം സോൾവിങ്ങിന് പകരം പാസീവായിട്ടിരിക്കാനാണ് ആ എനർജി ഉപയോഗിക്കുന്നത്. പാസിവിറ്റി, ആ വേർഡ് ശ്രദ്ധിക്കണം. ഷിഫിയൻ ഫാമിലി പാസിവിറ്റിക്ക് കൊടുത്തിരിക്കുന്ന പാസിവിറ്റി എന്ന് വെച്ചാൽ നിഷ്ക്രിയത്വം. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ ഓരോ ദിവസവും എടുത്തു നോക്കിയാൽ പാസീവായിട്ട് നമ്മൾ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുൻപിലെ പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും, യാഥാർത്ഥ്യത്തിന്റെ എല്ലാ വശങ്ങളും കാണാതെ പോകുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. പാസിവിറ്റി, ഷിഫിയൻ ഫാമിലി പാസിവിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോൺ പ്രോബ്ലം സോൾവിങ് ബിഹേവിയർ. ഒരു പ്രശ്നം പരിഹരിക്കാതെ നിഷ്ക്രിയമായിട്ട് അങ്ങനെ ഇരിക്കാം. ഹൗ പീപ്പിൾ ഡോണ്ട് ഡു തിങ്സ്. ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് മനുഷ്യരിയ്ക്കണത്. ഹൗ പീപ്പിൾ ഡോണ്ട് ഡു തിങ്സ് എഫക്റ്റീവ്ലി. ഫലപ്രദമായി എങ്ങനെയാണ് ഒരു പ്രശ്നം ചെയ്യാതെ, ഒരു പ്രശ്നം പരിഹരിക്കാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് ജാക്വലി ഷിഫ് പാസിവിറ്റി എന്ന് പറയുന്നത്. ഈ പാസിവിറ്റിയിലേക്ക് മനുഷ്യൻ വീണു പോയാൽ 4 തരത്തിലുള്ള ബിഹേവിയർ ആണ് കാണിക്കുക. പാസീവ് ബിഹേവിയർ, ഇതെല്ലാവർക്കും ഒരുവിധം അറിയുന്നുണ്ടായിരിക്കും. പാസീവ് ബിഹേവിയർ ഇല്ലേ? പാസീവ് ബിഹേവിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അറിയാമല്ലോ. ഒന്നാമത്തെ പാസീവ് ബിഹേവിയർ ആണ് ഡൂയിങ് നത്തിങ്, ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ അജീഷ്, ഒന്നാമത്തെ പാസീവ് ബിഹേവിയർ ആണ് ഡൂയിങ് നത്തിങ്. അതായത് ഇപ്പൊ ഒരു ട്രിപ്പ്, ഒരു ടൂർ പോവാണ്, സ്കൂളിൽ നിന്നും സ്റ്റഡി ടൂർ പോവാണ്, സ്കൂളല്ല കോളേജിൽ നിന്നും. ഒരു 20 കുട്ടികളുടെ 20 സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പിനെയും കൂടെ ഒരു ടീച്ചർ പോകുകയാണ്. അതിൽ ഒരു കുട്ടി ഇങ്ങനെ ഒന്നിലും മിങ്കിൾ ചെയ്യാതെ കോപ്പറേറ്റീവ് ആവാതെ നിൽക്കുന്നുണ്ട്. ആ കുട്ടിക്ക് എന്തോ ഉള്ളിൽ പ്രയാസങ്ങളുണ്ട്, വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളോ എന്തോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. സ്റ്റഡി ടൂറിന്റെ ഇടയിൽ ടീച്ചർ പറഞ്ഞു, നാളെ സൺഡേ ആണ്, നമുക്ക് എവിടേക്കെങ്കിലും പോവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവാം. ഓരോരുത്തരും ഓപ്ഷൻസ് പറയൂ, എങ്ങോട്ട് പോകണം, ബീച്ചിൽ പോകണോ, മോളിൽ പോകണോ, അതോ റെസ്റ്റോറന്റിൽ പോകണോ, ഇവിടെ വെറുതെ ഇരുന്നാൽ മതിയോ. ഓരോരുത്തരും ഓപ്ഷൻസ് പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്താണെങ്കിൽ അത് മതിയെന്നും പറയാം. ഈ കുട്ടി മാത്രം ഒന്നും മിണ്ടുന്നില്ല. ഈ ദേഷ്യം മുഴുവനും കാണിക്കുന്നത് ടീച്ചറോടും മറ്റുള്ള കുട്ടികളോടും. മിണ്ടാതിരിക്കണം, ഡൂയിങ് നത്തിങ്. എങ്ങോട്ടാ പോകേണ്ടത് വല്ല അഭിപ്രായം ഉണ്ടോ? ഒന്നും മിണ്ടുന്നില്ല. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറയാം. കുടുംബകാരിയാണ്, എന്നാലും എനിക്ക് വലിയ തമാശയായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് എത്തിയ ആദ്യ നാളുകളിൽ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, താൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ആളുകൾ തന്നെ ഒരു കുപ്പിയിലാക്കാൻ കാത്തിരിക്കുകയാണ്, എന്നിട്ട് ആ കുപ്പിയും ഒരു ലേബലും എഴുതി ഒട്ടിക്കും, ഇതാണ് താൻ എന്ന് അവർ വിലയിരുത്തും. അതുകൊണ്ട് ഇവിടെ പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. എനിക്ക് തീരെ അറിയാത്തൊരു കാര്യമാണത്. ഞാൻ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിനേക്കാൾ ഉപരി ഞാൻ ഒരു കൂട്ടുകുടുംബത്തിന്റെ സാഹചര്യത്തിൽ വളർന്ന് വലുതായ ഒരു വ്യക്തിയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ 5 മക്കളും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെങ്കിൽ കൂടെ ഒരുപാട് ബന്ധുക്കളുടെ ഇടയിൽ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ ആയിട്ട് വളർന്ന കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അളന്ന് തൂക്കി ഭയന്ന് വിറച്ച് ഒരു കാര്യം വീട്ടിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എളുപ്പമായിരുന്നില്ല. ഞാനിങ്ങനെ ഓരോന്ന് പറയും, അത് വിവാദമായി മാറും. ഇതായിരുന്നു വീട്ടിൽ വന്നിട്ട് കുറച്ചു കാലത്തേക്ക് എല്ലാവർക്കും ഒരു സംസാരിക്കാൻ ഒരു വിഷയമായി മാറി എൻ്റെ ഓരോ വാക്കുകളും വർത്തമാനങ്ങളും. അപ്പൊ എന്നെ പോലെ തന്നെ അവിടെ വന്നിട്ട് ഒരു ചേടത്തി ഉണ്ട്. എനിക്കറിയില്ല ചേടത്തി ഇവിടെ കേട്ടിരിക്കണ്ടോ എന്നുള്ളത്. ചേടത്തി എന്താണെങ്കിൽ ഈ സഭയിൽ വന്നു കഴിഞ്ഞാൽ മിണ്ടില്ല, ഒന്നും മിണ്ടില്ല. എന്നാൽ വർത്തമാനം പറയാത്ത ആളല്ല, അഭിപ്രായങ്ങൾ ഇല്ലാത്ത ആളല്ല.
നല്ലപോലെ അഭിപ്രായങ്ങൾ ഉള്ള ആളാണ്. പക്ഷെ ഇവരുടെയൊക്കെ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞ ആള് വളരെ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പൊ എന്റെ മദറിൻലോ എന്നോട് ഒരു അസൂയയോടെ പറഞ്ഞു തരികയാണ്, കണ്ടില്ലേ മിണ്ടാണ്ടിരിക്കണ കണ്ടില്ലേ, നല്ല മിണ്ടാണ്ടിരിക്കലോ നല്ലത്, മനസ്സിലോരോന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കണതാ. അതുവരയ്ക്കും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിശിഷ്ടമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് അങ്ങനെ അധികം മൗനത്തിലിരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ഈ മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അർത്ഥത്തിൽ കണ്ടിരുന്ന ഞാൻ അന്ന് ആദ്യമായിട്ടാണ് നല്ല മിണ്ടാണ്ടിരിക്കലല്ല എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത്. ഇത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയും ചെയ്ത് ഇപ്പോഴും പറഞ്ഞു ചിരിക്കാറുണ്ട്, നല്ല മിണ്ടാണ്ടിരിക്കലല്ല. എന്റെ അമ്മായിയമ്മയ്ക്ക് എന്താണെങ്കിലും മറ്റേ ആളെ ഗെയിമിന് കളിക്കാൻ കിട്ടാത്തതിന്റെ അമർഷാണ്. മറ്റേ ആള് അതിനേക്കാളും മീതെ ഗെയിമിലേക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. ഇതൊരു ഡൂയിങ് നത്തിങ് പാസീവ് ബിഹേവിയർ ആണെന്നുള്ളത് ഇപ്പോ ട്രാൻസാക്ഷണൽ അനാലിസിസ് പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ നല്ല മിണ്ടാണ്ടിരിക്കൽ ഡൂയിങ് നത്തിങ് ആണെന്നുള്ളത്. രണ്ടാമത്തെ ഓവർ അഡാപ്റ്റബിലിറ്റി. ഈ നേർച്ചക്കോഴി എന്നൊക്കെ പറയില്ലേ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവനവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാതെ പെരുമാറുന്നവർ. ഇത്തരത്തിലുള്ള ആളുകൾ ഈ അടുക്കളയിൽ 24 മണിക്കൂറും തല കുത്തി മറിഞ്ഞ് എല്ലാവർക്കും 16 തരം വിഭവങ്ങൾ ഉണ്ടാക്കും, ആളുകളെ വിളിച്ച് സൽക്കരിക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നല്ല പോലെ പാചകം ചെയ്യും, ഒരുപാട് കറികളും ഡിഷസ് ഒക്കെ ഉണ്ടാക്കും, എല്ലാവർക്കും ഇഷ്ടമാണ് ആ കുട്ടിയെ. അപ്പൊ ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇഷ്ടത്തോട് കൂട്ടിയിട്ടാണോ ചെയ്യണത്? അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി ചിലതൊക്കെ ഇഷ്ടത്തോട് കൂട്ടാ, പക്ഷെ എനിക്കിങ്ങനെ അടുക്കളയിൽ ജീവിതം മുഴുവൻ കോഞ്ഞാട്ടാക്കാൻ താല്പര്യമൊന്നുമില്ല, ഞാനിങ്ങനെ മറ്റുള്ളവരൊരു ഇഷ്ടം നോക്കിയിട്ട്. ഇതിനെയാണ് ഓവർ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവനവന്റെ സുഖങ്ങളും അസുഖങ്ങളും ഒക്കെ മറന്ന് പ്രവർത്തിക്കുക. ഓവർ അഡാപ്റ്റീവ്. ഡിസ്കൗണ്ട് ചെയ്യണത് എന്താണ് അവിടെ? അവനവന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഡിസ്കൗണ്ട് ചെയ്യണത്. എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്താണ്? ഗ്രാൻഡിയോസിറ്റിയിൽ കാണുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ, നടക്കുന്നത് ഡിസ്കൗണ്ടിങ്. മൂന്നാമതായിട്ട് ആദ്യത്തെ ഡൂയിങ് നത്തിങ്, രണ്ട് ഓവർ അഡാപ്റ്റബിലിറ്റി, മൂന്നാമത്തെ ഗെറ്റിംഗ് അജിറ്റേറ്റഡ്. ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്, ഓഫ്ലൈൻ ക്ലാസ് ആണ്. ഏറ്റവും ബാക്കിലിരിക്കുന്ന കുട്ടിക്ക് ഒന്നും കേൾക്കുന്നില്ല, ജോൺ എന്നാണ് കുട്ടിയുടെ പേര്, ഒന്നും കേൾക്കുന്നില്ല. ടീച്ചർ വളരെ പതുക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു കാറ്റത്ത് അമ്മിക്കല്ലിട്ട പോലെ ഇങ്ങനെ പറയാ, പതുക്കെ പതുക്കെ പതുക്കെ. കുട്ടി ആദ്യമൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ട് കാതു കൂർപ്പിച്ചു, മനസ്സിലാവുന്നില്ല. വീണ്ടും കാതു കൂർപ്പിച്ച് കിട്ടുന്നില്ല. പിന്നെ കുട്ടി ഡെസ്കിൽ ഇങ്ങനെ തട്ടാനും തല മാന്താനും മുടി പറിക്കാനും കാലിട്ടിട്ട് അടിക്കാനും ഒക്കെ തുടങ്ങി. ഇതിനെയാണ് ഗെറ്റിംഗ് അജിറ്റേറ്റഡ് എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്കൗണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ്? ആ കുട്ടിക്ക് എഴുന്നേറ്റ് നിന്ന് പറയാം, സാർ എനിക്ക് കേൾക്കുന്നില്ല, കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കാമോ? അങ്ങനെ ചോദിക്കാനുള്ള പേഴ്സണൽ എബിലിറ്റിയെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഈ മുടി പിടിച്ചു വലിക്കുന്നതും ഡെസ്കിൽ അടിക്കുന്നതും പല്ലിറുമുന്നതും. എജിറ്റേഷൻ ഒരു പാസീവ് ബിഹേവിയർ ആണ്, അതുകൊണ്ട് പ്രോബ്ലം സോൾവ് ആവുന്നില്ല. അടുത്തതാണ് ഇൻകപ്പാസിറ്റേഷൻ, നാലാമത്തെ പാസീവ് ബിഹേവിയർ. പിക്കു എന്ന് പറഞ്ഞൊരു ഹിന്ദി പടമുണ്ട്, പിക്കു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അറിയില്ല. അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണുമാണ് അതിലെ അഭിനേതാക്കൾ. ഇർഫാൻ ഖാനുമുണ്ട്. പിക്കു ജോലി ചെയ്യുന്ന, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ ഒരേ ഒരു മകളാണ്, അമിതാഭ് ബച്ചന്റെ ഒരേ ഒരു മകളാണ്. ഇയാൾക്കാണെങ്കിൽ ഈ കുട്ടി എവിടെയും പോകുന്നത് ഇഷ്ടമല്ല. ജോലിക്ക് പോയാൽ പരാതിയുടെ കൂമ്പാരാണ് ഇയാൾ. ഇദ്ദേഹത്തിന് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ആണ്, ഹൈപ്പോകോൺട്രിയക്കാണ്, ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നടക്കുന്നത് ഇൻകപ്പാസിറ്റേഷൻ ആണ്. അതായത് തനിക്ക് തന്റെ കാര്യങ്ങൾ നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടും ആ കപ്പാസിറ്റിയെ അവഗണിച്ച് മറ്റൊരാൾ എന്റെ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുക, ഇൻകപ്പാസിറ്റേഷൻ. ഇങ്ങനെയുള്ള ഇൻകപ്പാസിറ്റേഷന് മറ്റുദാഹരണങ്ങളാണ് ആൽക്കഹോളിസം, ഡ്രഗ് അഡിക്ഷൻ, മെന്റൽ ബ്രേക്ക് ഡൗൺ. ഇതെല്ലാം എനിക്ക് എന്റെ കഴിവ് ഉപയോഗിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, ഞാൻ എന്റെ കഴിവുകളെ ഡിസ്കൗണ്ട് ചെയ്യുകയാണ്, മറ്റുള്ളവരിലൂടെ അത് ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സൂത്രമാണത്, ഇൻകപ്പാസിറ്റേഷൻ. ഇതിനോടൊപ്പം വയലൻസും വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് കൂടുന്നു, ഗ്ലാസ് എടുത്തെറിയുന്നു, ചിരവെടുത്തെറിയുന്നു. ഇത് വയലൻസ് ആണ്, പ്രോബ്ലം സോൾവ് ആവുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഒരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാം, വയലൻസ് എങ്ങനെയാണ് പാസീവ് ബിഹേവിയർ ആവുന്നത്? വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തമാവുക എന്നുള്ളതല്ലേ, പിന്നെ അതെങ്ങനെയാണ് ഒരു പാസീവ് ബിഹേവിയർ ആവുന്നത്?
പ്രോബ്ലം സോൾവിങ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ പാസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഡൂയിങ് നത്തിങ്, ഓവർ അഡാപ്റ്റബിലിറ്റി, ഗെറ്റിംഗ് അജിറ്റേറ്റഡ്, ഇൻകപ്പാസിറ്റേഷൻ, വയലൻസ് എല്ലാം പാസീവ് ബിഹേവിയറുകളാണ്. നമ്മളെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ച് ആ എനർജി ഇത്തരം ബിഹേവിയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രോബ്ലം പരിഹരിക്കപ്പെടാതെ അവിടെ അവശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ടിങ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്കൗണ്ടിങ് നടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ തലയ്ക്കകത്ത് ചില പ്രസ്താവനകളൊക്കെ അയാൾ നടത്തുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് അത് കാണാൻ പറ്റില്ല. ഈ പണ്ട് തെങ്ങിന്റെ മണ്ട കുത്തുന്ന ഒരു വണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മണ്ട തൊരപ്പനോ അങ്ങനെ എന്തോ ആണ് പേരതിന്റെ. ഒരു മരുന്നൊക്കെ വെച്ച് കെട്ടി അതിനെ ട്രീറ്റ് ചെയ്യണ കാണാം. എന്ന് പറഞ്ഞ പോലെ മനുഷ്യരുടെ മണ്ട തുറന്ന് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്ന് അറിയാൻ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും തലയിൽ വലിയ ദ്വാരമായിട്ട് നടന്നേനെ. അത്രയ്ക്ക് ആകാംക്ഷയാണ് ഇനി ഒരാൾ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാനായിട്ട് മനുഷ്യർക്ക്. ദൈവാധീനം കൊണ്ട് അങ്ങനെ ഒരു ടെക്നോളജി ഇല്ലാത്തതിനാൽ ഈ ഡിസ്കൗണ്ടിങ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അറിയാൻ സാധിക്കും. എങ്ങനെ? ഇത്തരത്തിലുള്ള ബിഹേവിയറുകളിലൂടെ, സംസാരത്തിലൂടെ, അവരുടെ സംഭാഷണം കേട്ടാൽ നമുക്ക് അത്യാവശ്യം ഇതൊക്കെ അറിയുന്ന ആളുകൾക്കാണെങ്കിൽ പിടിക്കാൻ പറ്റും അവിടെ നടക്കുന്നത് ഡിസ്കൗണ്ടിങ് ആണ്. പാസീവ് ബിഹേവിയർ ഡിസ്കൗണ്ടിങ് ആണ്. ഒരാൾ ഒരാവശ്യമില്ലാണ്ട് കൊമ്പൻ ചെല്ലി, മോഹൻദാസ് സർ താങ്ക് യു, അതന്നെ ആ ചെല്ലി തന്നെ. അതുപോലെ മണ്ട തുറന്ന് കാര്യം അറിയാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്കൗണ്ടിങ് അറിയണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കണം. പാസീവ് ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യാം. ആവശ്യമില്ലാതെ അഗ്രസീവ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നം സോൾവ് ആവുന്നില്ല. പ്രശ്നം പരിഹരിക്കാനുള്ള റിയാലിറ്റിയുടെ യാഥാർത്ഥ്യത്തിന്റെ ഒരു വശത്തിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ അഗ്രഷൻ കാണിക്കുന്നത്. മനസ്സിലാക്കാം ഡിസ്കൗണ്ടിങ് ആണെന്നുള്ളത്. അതുപോലെ വേറെ പല രീതികളുണ്ട് ഡിസ്കൗണ്ടിങ് കാണാനായിട്ട്. അതിൽ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ചില കോൺസെപ്റ്റ്സ് ഒക്കെ പറയേണ്ടി വരുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഡ്രൈവർ ബിഹേവിയർ നോക്കി പറയാം, റാക്കറ്റ്സ് നോക്കി പറയാം. അതൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നില്ല. അതുപോലെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്, ഇവിടെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ള കാര്യമാണ്. ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ 12 ആൻഡുകൾ, 12 ഉറുമ്പുകളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഡിസ്കൗണ്ടിങ് ദ പോസിറ്റീവ്, ഇമോഷണൽ റീസണിങ്, കാറ്റസ്ട്രോഫൈസിങ്, പിന്നെ ഫ്യൂച്ചർ എന്താണ് ഫോർച്യൂൺ ടെല്ലിങ്, ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്, ഇങ്ങനെ കുറെ 12 ആൻഡുകൾ. ഇതെല്ലാം ഡിസ്കൗണ്ടിങ്ങിന്റെ ഭാഗമാണ്. അതായത് റിയാലിറ്റിയെ വളച്ചൊടിച്ച് ഒരു നെഗറ്റീവ് തോട്ടിൽ കുരുക്കിയിടുകയാണ്. ഡിസ്കൗണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. ഈ ഡിസ്കൗണ്ടിങ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഇനിയാണ് നല്ലൊരു ടൂള് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, ഞാൻ ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളിനെ കുറിച്ചാണ് ഇനി പറയാൻ പോണത്. ഈ ഡിസ്കൗണ്ടിങ് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഡിസ്കൗണ്ടിങ്ങിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നും അതിന്റെ നേച്ചർ അല്ലെങ്കിൽ പ്രകൃതം എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു ടൂൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കും എന്ന് തോന്നുന്നില്ലേ? എന്നാൽ അങ്ങനെ ഒരു ടൂൾ ഉണ്ട്. കെൻ മെല്ലർ ആൻഡ് എറിക് സിഗ്മണ്ട് എന്ന മനഃശാസ്ത്രജ്ഞന്മാരാണ് ഈ ഒരു ടൂള് കണ്ടെത്തിയിട്ടുള്ളത്. ഡിസ്കൗണ്ട് മെട്രിക്സ് എന്നാണ് ഈ ടൂളിന്റെ പേര്. ഇതില് 3 ക്രൈറ്റീരിയ ആയിട്ടാണ് ഈ ഒരു ടേബിൾ ആണത്. ഈ ടേബിൾ വരുന്നത് 3 ക്രൈറ്റീരിയ അനുസരിച്ചാണ്. ഒന്ന് ഏരിയ, അതായത് എന്റെ ചില കാര്യങ്ങൾ, എന്റെ ചില കഴിവുകൾ ഞാൻ ഡിസ്കൗണ്ട് ചെയ്യുന്നു. അതേഴ്സ്, മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾ, ഓപ്ഷൻസ് ഞാൻ ഡിസ്കൗണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ദ വേൾഡ്, സിറ്റുവേഷനെ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഈ ലോകം അത്ര ശരിയല്ല, ലോകത്തെ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഇങ്ങനെ 3 ഏരിയകളിലായിട്ടാണ് ഈ ഡിസ്കൗണ്ടിങ് നടക്കുക. നമ്മളെ തന്നെയും മറ്റുള്ളവരെയും ഈ ലോകത്തിനെ മൊത്തത്തിലും ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ. 3 ടൈപ്പാണ് ഡിസ്കൗണ്ടിങ്. 3 ടൈപ്പിലാണ് ഡിസ്കൗണ്ടിങ് നടക്കുന്നത്. ഒന്ന് എക്സിസ്റ്റൻസ് ഓഫ് ദ പ്രോബ്ലം, സ്റ്റിമുലസ്, അതായത് സ്റ്റിമുലസ്, ആ വണ്ടി വളവിൽ നിന്നും ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് ഞാൻ കാണുന്നുണ്ട്, അതാണ് സ്റ്റിമുലസ്. ഞാനത് പറയുന്നുണ്ട്, പക്ഷെ ഡ്രൈവർ അത് ഡിസ്കൗണ്ട് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ്, അതാണ് സ്റ്റിമുലസ്. ഇനി വണ്ടി വന്ന് ഇടിക്കും എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പൊ സ്റ്റിമുലസ്, പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ് ഓപ്ഷൻസ്. അപ്പൊ ഇങ്ങനെ 3 ടൈപ്പാണ് ഡിസ്കൗണ്ട് മെട്രിക്സിൽ. ഞാനിപ്പോ കാണിക്കാം അതിന്റെ ചിത്രം, പക്ഷെ അതിനു മുൻപ് ഞാൻ വിശദീകരിക്കുകയാണ്. സ്റ്റിമുലസ്, പ്രോബ്ലം,
ഓപ്ഷൻസ്. സ്റ്റിമുലസ് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുമ്പോഴാണ് അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ മുൻപിലുള്ള ഓപ്ഷൻസ്, ഇതാണ് 3 ഇനി 4 ലെവലിലാണ് ഇത് കിടക്കുന്നത് താഴേക്ക് ഹൊറിസോണ്ടലി ആ ടേബിളിൽ. 1 എക്സിസ്റ്റൻസ്, 2 സിഗ്നിഫിക്കൻസ്. വണ്ടി അവിടെ നിന്ന് വളഞ്ഞു വരുന്നത് ഞാൻ കണ്ടു, എക്സിസ്റ്റൻസ് ഓഫ് ദ സ്റ്റിമുലൈ കണ്ടു, അതിന് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട്, സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റിമുലൈ. പക്ഷെ ഡ്രൈവർ കൊടുത്തില്ല, അതുകൊണ്ടാണ് വെട്ടിച്ചിടത്തോട്ട് മാറ്റേണ്ടി വന്നത്. ചേഞ്ച് പോസിബിലിറ്റി, വണ്ടി അകലെന്ന് വരുന്നത് കാണുന്നു, അത് ആ സ്റ്റിമുലസിന് പ്രാധാന്യം കൊടുക്കുന്നു, ഞാൻ മാറിയേക്കാം അല്ലെങ്കിൽ അപകടം വരും. ചേഞ്ച് പോസിബിലിറ്റി. പേഴ്സണൽ എബിലിറ്റി, ഈ ചേഞ്ച് കൊണ്ടുവരാൻ എനിക്കുള്ള കഴിവ്. അപ്പൊ ഡ്രൈവർ വിചാരിക്കുകയാണ് വണ്ടി അകലെന്ന് വരുന്നു, അത് ഇത്തിരി അപകടം പിടിച്ച വരവാണ്, പ്രോബ്ലമായി മാറും, ചേഞ്ച് എന്തെങ്കിലും വരുത്തുകയാണ് നല്ലത്, ഞാൻ വണ്ടി ഒതുക്കി കൊടുക്കുന്നു, എന്റെ പേഴ്സണൽ എബിലിറ്റി ഉപയോഗിച്ച് ഞാൻ വണ്ടി ഒതുക്കി കൊടുക്കുന്നു, പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ഇനി നമുക്ക് ആ ഡിസ്കൗണ്ട് മാട്രിക്സ് ചിത്രം ഒന്ന് ഷെയർ ചെയ്തിട്ട് പറയാം, അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. ചിത്രം എല്ലാവർക്കും കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു. താങ്ക് യു സർ. ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടിങ് 3 ടൈപ്പാണ്. T1 എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റിമുലൈ, അതായത് സ്റ്റിമുലൈ, ദെൻ പ്രോബ്ലം, ഓപ്ഷൻ, അതാണ് ടൈപ്പ്. ഇനി ലെവലാണ് മോഡ് അല്ലെങ്കിൽ ലെവല്. ഞാൻ കേഴ്സർ ഉപയോഗിക്കാം. എക്സിസ്റ്റൻസ്, സിഗ്നിഫിക്കൻസ്, ചേഞ്ച് പോസിബിലിറ്റി, പേഴ്സണൽ എബിലിറ്റി. ഈ 4 ലെവലിലാണ് നമ്മുടെ ഒരു പ്രോബ്ലം കിടക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പ്രോബ്ലം വന്നു, ഒരു സ്മോക്കേഴ്സ് കോഫ്, ഒരാള് നന്നായിട്ട് ചുമക്കുകയാണ്, നല്ല ചെയിൻ സ്മോക്കറാണ് അയാൾ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെയാണ് അപ്പൊ നിൽക്കുന്നത്, T1 നിൽക്കുന്നത്. ഈ ചുമ, ഈ സിഗരറ്റ് വലിച്ച് സ്മോക്കേഴ്സ് കോഫ് ഉണ്ടായിട്ടുള്ള ആളുടെ ഇപ്പോഴത്തെ ആ ചുമ എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്. ഈ ചുമ കേൾക്കുന്ന ഫ്രണ്ട് പറയാണ്, സുഹൃത്ത് പറയാണ്, ഓ നിന്റെ ചുമ ഒരു സുഖമില്ലല്ലോ, ഐ എം കൺസേൺഡ് അബൌട്ട് യുവർ ഹെൽത്ത്. അപ്പൊ എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റിമുലയെ ഫ്രണ്ട് അംഗീകരിച്ചു. പക്ഷെ ഈ സ്മോക്കറിന്റെ മറുപടി എന്തായിരിക്കും? ഓ ആര് ചുമച്ചു, എപ്പോ ചുമച്ചു, ഏത് ചുമ? അയാൾ ചുമയെ ഇഗ്നോർ ചെയ്യാണ്. ആ എക്സിസ്റ്റൻസ് ഓഫ് ചുമ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സിഗ്നിഫിക്കൻസും ഇഗ്നോർ ചെയ്യാണ്. സ്റ്റിമുലയുടെ ആ ചുമയുടെ പ്രാധാന്യം തന്നെ അയാൾ ഡിസ്കൗണ്ട് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യാണ്. അങ്ങനെ ചുമയുടെ പ്രാധാന്യം തന്നെ അയാള് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടാണ് ഈ ആരോ, കണ്ടോ? ഈ ഡിസ്കൗണ്ട് മാട്രിക്സ് ഇങ്ങനെ നോക്കുക, നമ്മളൊരു വെള്ളത്തിന്റെ കാസ്കേഡ് വീഴുന്നത് പോലെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെയാണിത് വീഴുക. കണ്ടില്ലേ? ഒരു എസും ടായും ഒക്കെ എഴുതുന്ന മാതിരിയാണ് ഇത് വീഴുക. അപ്പൊ എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റിമുലൈ ഡിസ്കൗണ്ട് ചെയ്താൽ ഉടനെ തൊട്ട് താഴെ ഉള്ള സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റിമുലൈ, ചുമയുടെ പ്രാധാന്യത്തിനെ തന്നെ ഡിസ്കൗണ്ട് ചെയ്തു അയാള്. ചുമയുടെ പ്രാധാന്യത്തിനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അയാള് അങ്ങനെ ഒരു പ്രോബ്ലം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിനെ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിസ്കൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ആ ചുമ മാറ്റാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അതിനെയും അയാൾ ഡിസ്കൗണ്ട് ചെയ്തു. പ്രോബ്ലത്തിന്റെ പ്രാധാന്യത്തെ ഡിസ്കൗണ്ട് ചെയ്തു. ആ പ്രോബ്ലം മാറ്റാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഡിസ്കൗണ്ട് ചെയ്തു. എനിക്ക് എന്റെ ഈ ചുമ മാറ്റാനായിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന എന്റെ പേഴ്സണൽ എബിലിറ്റിയെ, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ എബിലിറ്റിയെ അയാൾ ഡിസ്കൗണ്ട് ചെയ്തു. പ്രോബ്ലത്തിന്റെ സോൾവബിലിറ്റിയെ ഡിസ്കൗണ്ട് ചെയ്തു. ഓപ്ഷൻസ് ഒരുപാടുണ്ട് പുകവലി നിർത്താനായിട്ട്, അതിനെയും അയാൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഓപ്ഷൻസ് ഉപയോഗിച്ച് ചേഞ്ച് വരുത്താനുള്ള സാധ്യതയെ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ആ വ്യക്തിയുടെ പേഴ്സണൽ എബിലിറ്റി ടു സ്റ്റോപ്പ് സ്മോക്കിംഗ്, അത് ഉപയോഗിച്ച്, പേഴ്സണൽ എബിലിറ്റി ഉപയോഗിച്ച് പുകവലി നിർത്താനുള്ള സാധ്യതയെ അയാൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഫൈനലി ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മുൻപിലുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ച്
തൻ്റെ പ്രശ്നത്തിനെ പരിഹരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും അയാൾ ഡിസ്കൗണ്ട് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു, പ്രോബ്ലം ആയിട്ട് തന്നെ നിൽക്കുന്നു. എന്റെ വീടിന്റെ അടുത്ത് പണ്ട് ഞാൻ കൊച്ചായിരിക്കുന്ന കാലത്ത് ഒരു കൊസറപ്പാലം, എപ്പോഴും പാലമുണ്ട്, പക്ഷെ അത്ര അപകടമില്ല എന്ന് തോന്നുന്നുണ്ട്. അന്നൊക്കെ ആ കൊസറപ്പാലത്തിന്റെ അവിടെ നിന്ന് ഒരു വളവ് തിരിഞ്ഞ് വരുന്ന റെയിൽവേ ട്രാക്കാണ്. ഒരു വർഷത്തിൽ 1-2 പേർ, ഒരാൾ എന്തായാലും മരിക്കും. ചില വർഷങ്ങളിൽ 2 പേര് വെച്ചിട്ട് ആ വളവിൽ ട്രെയിൻ ഇടിച്ച് മരിക്കാറുണ്ട്. കൊസറപ്പാലത്തിന്റെ അവിടെ ആ റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കുമ്പോൾ പലപ്പോഴും കയ്യും കാലൊക്കെ ചെതറി തെറിച്ചതൊക്കെ ചവിട്ടിയിട്ട് ഞാൻ നടന്നിട്ടുള്ള ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോ എന്തുകൊണ്ടാണ് അവിടെ അപകടം സംഭവിക്കുന്നത്? അകലെ നിന്ന് ട്രെയിൻ വരും, ആ വളവ് കഴിഞ്ഞ് ട്രെയിൻ വരും എന്നുള്ള അറിവുണ്ടായിട്ടും അതിനെ ഡിസ്കൗണ്ട് ചെയ്യാണ്. എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റിമുലായി, അതിലെ ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്, അഥവാ ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ നടക്കുന്ന ആളെന്താ വിചാരിക്കുക, അത് ഇപ്പോഴൊന്നും എത്തില്ല, ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടേ ആ ട്രെയിൻ ഇതിലേ പോവുള്ളൂ. പക്ഷെ നടക്കും, ട്രെയിൻ ഇടിച്ചു മരിക്കും. കൊല്ലത്തിൽ ഒരാൾ വെച്ച് മരിച്ചിരുന്നു അവിടെ, പണ്ട്, വളരെ പണ്ട്. നായ്ക്കളും മരിക്കും. അപ്പോ ആ സ്റ്റിമുലസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ താഴെ കിടക്കുന്ന എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിസ്കൗണ്ടഡ് ആണ്. ഒരു വീട്ടിലൊരു പ്രശ്നം വരികയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നല്ല ഫൈറ്റ്. കൗൺസിലർ അടുത്ത് വരുമ്പോ അവര് വന്ന് നിൽക്കുന്നത് T6-ലാണ്. ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണ്, ഡൈവോഴ്സിന്റെ വക്കിലെത്തിയിട്ടാണ് നിൽക്കണേ. T6-ലാണ് വന്ന് നിൽക്കണേ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, T6. പക്ഷെ പ്രശ്നം എവിടെയാ തുടക്കം കിടക്കണേ? T1-ൽ. അതായത് ദിവസേന മദ്യപിച്ച്, ചെയിൻ സ്മോക്കിംഗ് ചെയ്ത്, ടിവിയും ചാനലും കണ്ട് നിഷ്ക്രിയത്വത്തോടെ വീട്ടിലിരിക്കുന്ന ഒരു ഭർത്താവ് വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു അസ്വസ്ഥത, അതിനെക്കുറിച്ച് മക്കളും ഭാര്യയും പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യല്ലേ, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കൂ, ഇത് നിർത്തൂ. അത് കേൾക്കാതെ ഫൈനലി ഇത്രയും സ്റ്റേജുകൾ, അതായത് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റിമുലൈ ഡിസ്കൗണ്ട് ചെയ്തു, എക്സിസ്റ്റൻസ് ഓഫ് പ്രോബ്ലം ഡിസ്കൗണ്ട് ചെയ്തു, ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ സ്വഭാവം എന്നുള്ളത് ഡിസ്കൗണ്ട് ചെയ്തു, പ്രോബ്ലത്തിന്റെ പ്രാധാന്യം ഡിസ്കൗണ്ട് ചെയ്തു, പ്രോബ്ലം മാറ്റാൻ നിലവിലുള്ള എക്സിസ്റ്റൻസ് ഓഫ് ഓപ്ഷൻസ് ഡിസ്കൗണ്ട് ചെയ്തു, ഓപ്ഷൻസിന്റെ പ്രാധാന്യം ഡിസ്കൗണ്ട് ചെയ്തു, ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഡിസ്കൗണ്ട് ചെയ്തു. ഈ ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് എന്റെ കഴിവും കൂടെ ചേർത്ത് എനിക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും ഡിസ്കൗണ്ട് ചെയ്തു. ഫൈനലി വീട്, കുടുംബം നറുനാശമായി, ഡൈവോഴ്സിന്റെ വക്കിലെത്തി. കൗൺസിലർ അടുത്ത് പോകുമ്പോൾ T6-ലാണ് പ്രശ്നം കിടക്കണതെങ്കിലും ഇത് അഴിച്ച് ഈ കുരുക്കഴിച്ചെടുക്കണമെങ്കിൽ T1-ലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് ടൂളാണ് ഈ ഡിസ്കൗണ്ട് മാട്രിക്സ് എന്ന് പറയുന്ന ഈ ടേബിൾ. ഏതൊരു പ്രശ്നവുമായിട്ട് നമ്മുടെ മുൻപിൽ വരുന്ന ക്ലയന്റ്, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ ഒരു പ്രശ്നം, അതിനെടുത്തിട്ട് ഇതിൽ ഏതാണ് ഞാൻ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഒന്ന് നോക്കി മനസ്സിലാക്കൂ. എന്റെ ഇത് പ്രോബ്ലം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണോ പ്രശ്നം? അല്ലെങ്കിൽ എന്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഞാൻ കാണാത്തതാണോ പ്രശ്നം? അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അതെടുത്ത് ഉപയോഗിക്കാത്തതാണോ പ്രശ്നം? ഇങ്ങനെ ചോദിച്ച് വരുമ്പോൾ ഡിസ്കൗണ്ട് മാട്രിക്സ് എന്ന് പറഞ്ഞ ഈ 12 കള്ളികളുള്ള ഈ കോളത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഒരാളുടെ കൗൺസിലിംഗിന് വരുന്ന ക്ലയന്റിന്റെ പ്രോബ്ലം എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ഈ ടേബിൾ ഉപയോഗിക്കാൻ സാധിക്കും. ഡിസ്കൗണ്ട് മാട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടേബിളിനെ കുറിച്ച് അത്യാവശ്യം ഒരു ബേസിക് നോളജ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? ഒന്ന് പറയാമോ? Yes, you can stop, madam. അപ്പൊ ഇതാണ് ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്ന വമ്പിച്ച കിഴിവ്. എന്താണ് വിലക്കുറവ് എന്ന് കേട്ടിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടണ്ട, തുണിക്കടയിലേക്ക് ഓടണ്ട. ഡിസ്കൗണ്ടിങ് നടത്തുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ കുടുംബങ്ങളിലാണ്, കുടുംബ ബന്ധങ്ങളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, ഈ ഡിസ്കൗണ്ട് മാട്രിക്സും വെച്ചിരുന്നിട്ട് നിന്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലേ എന്ന് ചോദ്യം ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ചില പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഡിസ്കൗണ്ട് മാട്രിക്സിൽ ഇട്ടിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് മാട്രിക്സിൽ ഇട്ടിട്ട് ഞാൻ അതിനെ സോൾവ് ചെയ്തിരിക്കും.
എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് വേറൊരു വ്യക്തിയും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ ഇതേപോലെ ആ വ്യക്തിയും കൂടെ ചിന്തിക്കണം. ഈ സൊല്യൂഷൻ സൈഡ് റിയാലിറ്റിയുടെ എല്ലാ ആസ്പെക്ട്സും കാണാൻ ആ വ്യക്തിയും കൂടെ, അതിപ്പോ ഭർത്താവാകാം, കാമുകനാവാം, ചേച്ചി അനിയത്തിമാരാവാം, അനിയനാവാം, കൂട്ടുകാരാവാം, ഓഫീസിലാവാം, ഹൂവെവർ ഇറ്റ് ഈസ്, അവരും കൂടെ തയ്യാറാവണം. ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോ ടോളറൻസ് ലെവൽ 0 ആവുന്ന ഘട്ടം ഏതൊരു മനുഷ്യനും വരും. മതി, ഞാൻ 3ഉം 4ഉം പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാമെന്നും തീരുമാനിച്ച് മുന്നോട്ട് പോയി. ഇനി എനിക്ക് അത് സാധ്യമല്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നിടത്ത് പിന്നെ ഞാൻ നോക്കുന്നത് എന്റെ മുൻപിലുള്ള ഓപ്ഷനാണ്. ആ ഓപ്ഷനിൽ ഞാൻ എടുക്കുന്ന ഓപ്ഷൻ എന്റെ പീസ് ഓഫ് മൈൻഡ്, എന്റെ ഹാപ്പിനെസ്, എന്റെ പ്രോസ്പെരിറ്റി, എന്റെ അഭിവൃദ്ധി, അതിന് സഹായിക്കുന്ന ഓപ്ഷനേ ഞാൻ എടുക്കുള്ളൂ. എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർത്ത് ഞാൻ കൊണ്ടുപോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. 3-4 പ്രാവശ്യം ഞാൻ അതിന് ശ്രമിച്ചു. ഇനി എന്റെ തീരുമാനം മാറി. ഞാൻ ഓപ്ഷൻ മാറ്റി പിടിച്ചു. എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക്, എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അവിടെ ഇരിക്കാം. ഞാനായിട്ട് അവരുടെ ഇഷ്ടക്കേടും വെറുപ്പും കൂട്ടാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ എടുത്ത ഓപ്ഷൻ എന്താണ്? എന്റെ ഹാപ്പിനെസ്, എന്റെ പീസ് ഓഫ് മൈൻഡ്, എന്റെ പ്രോസ്പെരിറ്റി. അങ്ങനെയും ഈ ഡിസ്കൗണ്ട് മാട്രിക്സിന് ഒരു വശമുണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് മാട്രിക്സും കൊണ്ട് നടന്നിട്ട് ഇവൾക്ക് ഫുള്ള് പ്രോബ്ലം ആണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. എന്റെ ഹാപ്പിനെസ് തന്നെയാണ് എനിക്ക് വലുത്, എന്റെ പീസ് ഓഫ് മൈൻഡ് തന്നെയാണ് എനിക്ക് വലുത്. അതിന്റെ ഒപ്പം മറ്റൊരാളുടെ ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും പ്രോസ്പെരിറ്റിയും അതിന്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ നല്ലത്. മറ്റേ വ്യക്തിയും കൂടെ അത് വിചാരിക്കണം. വിചാരിക്കാത്തോടത്തോളം അവനവന്റെ വഴി നോക്കി മാറി വലിയ ഉപദ്രവമില്ലാത്ത രീതിയിൽ സന്തോഷകരമായി ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു സേയിങ് ഉണ്ട്, one stitch in time saves 9. ഞാൻ പറഞ്ഞല്ലോ, ഡിസ്കൗണ്ട് മാട്രിക്സിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡ് ടോപ്പ് കോർണറിൽ കിടക്കുന്നത് ഏതാണ്? എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റിമുലൈ. അതായത് ഒരു പ്രശ്നം തുടങ്ങുന്നുണ്ട് വീട്ടിൽ എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂട്ടീവ് നോളജ്, അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ, ഒരു സ്റ്റിമുലസ്, അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. അതാണ് ഒന്നാമത്തെ സ്റ്റിച്ച്. വൺ സ്റ്റിച്ച് ഇൻ ടൈം. അവിടെ ആ കീറിയ സ്ഥലത്ത് ഒരു സ്റ്റിച്ച് ഇട്ടാൽ മൊത്തം പ്രശ്നം അപ്പ തീരും. അതിന് പകരം അത് 2 ഹോളായി 3 ഹോളായി, ഡിസ്കൗണ്ട് മാട്രിക്സിലെ 12 ഹോളായി 9 പകരം. എന്നിട്ട് 12ാമത്തെ T6 വന്ന് നിൽക്കുമ്പോഴാണ് അയ്യോ എന്റെ ജീവിതം പോയി, ഡൈവോഴ്സിന് പോണം, അല്ലെങ്കിൽ മറ്റേ പ്രശ്നം, മറിച്ചേ പ്രശ്നം. ഇത് അവിടെ നിന്ന് 1 സ്റ്റിച്ച് ഇടുന്നോടത്ത് 12 സ്റ്റിച്ച് ഇട്ടിട്ടും തീരാത്ത രീതിയിലേക്ക് നമ്മൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഡിസ്കൗണ്ട്, യെസ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുക. എനിക്ക് എന്റെ കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പ്രൊക്രാസ്റ്റിനേഷൻ നടത്തുന്നത്. ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോയി എന്റെ ആരോഗ്യവും എന്റെ സമയവും ചെലവഴിച്ച് ഒരു കാര്യം ചെയ്താലാണ് ആ കാര്യം ചെയ്യുന്നുള്ളൂ. അത് ചെയ്യാതെ ഞാനത് നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എന്റെ കംഫർട്ട് സോണിൽ ചുരുണ്ട് കിടക്കാണ്. എന്റെ കപ്പാസിറ്റിയെ ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാണ്. എന്റെ മുൻപിലുള്ള ആ പ്രശ്നം അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനുള്ള ഓപ്ഷൻസിനെ ഞാൻ ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. എന്റെ പേഴ്സണൽ എബിലിറ്റിയെ ഞാൻ ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. ഓഫ് കോഴ്സ് പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ഡിസ്കൗണ്ടിങ്ങിന്റെ ടൈപ്പ് ആണത്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എന്റെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഏതൊരു പ്രശ്നം വന്നാലും ഞാൻ ഈ ടേബിളിൽ മനസ്സുകൊണ്ടിട്ട് ഓടിക്കും. ടേബിൾ എടുത്ത് വരച്ചൊന്നും ചെയ്യില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇതിലിട്ട് ഓടിക്കും. ഇപ്പൊ എവിടെയാണ് ഞാൻ? എന്ത് ഓപ്ഷനാണ് എന്റെ മുമ്പിലുള്ളത്? എന്ത് എബിലിറ്റിയാണ് എനിക്കുള്ളത്? അല്ലെങ്കിൽ എന്ത് സ്കില്ലാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടത്? അവസാനം ഞാൻ അമ്പടി ഞാനേ എന്ന് പറയുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബിക്കോസ് ഓഫ് ദിസ് ഡിസ്കൗണ്ട് മാട്രിക്സ്. കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചോദ്യങ്ങളുള്ളവർക്ക് ചോദിക്കാം. മറ്റേ ഇതെവിടെയാ? എന്നോടാണോ ചോദിച്ചത്? ഹാലി ജി ചേച്ചി ഒന്ന് മ്യൂട്ട് ചെയ്യോ?
സോറി. ഹാബി മാം, യെസ് ഡോക്ടർ ബിന്ദു. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നല്ലോ. ഒരു താങ്ക് യു മാം. വലിയൊരു ആശയത്തെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടേബിളിൽ ഒതുക്കി പറയാൻ പറ്റും. നമുക്ക് നമ്മുടെ ഒരു റൂട്ട് കോസ്, ഒരു പ്രശ്നത്തിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം. റൂട്ട് കോസ് കണ്ടുപിടിക്കാതെ നമുക്ക് ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിന് റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ആ ടേബിള് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. നല്ല Thank you, ma'am. അവതരണം, നല്ല അവതരണം. താങ്ക് യു സോ മച്ച്. മാഡം, Good ഇങ്ങനെ evening, സബ്ജക്ട് Fabi. സെലക്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു Thank you, പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാവുന്നു, ആ പ്രശ്നത്തിന് വേറൊരു കാരണക്കാരനുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യുന്നു, ശരിക്കും വലിയൊരു നോളജ്. താങ്ക് യു മാം. താങ്ക് യു അഞ്ജലി. Fabi, good evening. സർ മാഷേ. Once again, a wonderful presentation of class എന്നൊക്കെ പറയാം. ഒരു സക്സസ്ഫുൾ ട്രെയിനർ ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഞാനൊരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ? മാഷേ ചോദിക്കൂ. ഇതിപ്പോ പറഞ്ഞല്ലോ, ഞാൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്, ചുമക്കുന്നുണ്ട്. നാട്ടുകാർ മൊത്തം പറഞ്ഞിട്ടുണ്ട് മോനെ ചുമ സൂക്ഷിക്കണമെന്ന്. മൈൻഡ് ചെയ്യണില്ല, അടുത്ത പാക്കറ്റ് മേടിക്കുന്നു, വലിക്കണം. ഇത് എനിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതെന്റെ ആ ഒരു ഇഗ്നോറൻസ്, എന്റെ ഹെൽത്തിൽ എനിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് എന്റെ സ്വഭാവത്തിന്റെ ഭാഗമല്ലേ? അല്ലേ? അല്ലേ? അപ്പോ അത് അയാൾക്ക് ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടല്ലല്ലോ ശരിക്ക്. അയാൾ ഇഗ്നോർ അത് ഇഗ്നോർ ചെയ്യല്ലോ അത് ശരിക്കും. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി അല്ലേ? ഞാൻ മാഷ എന്റെ അടുത്ത് ഉത്തരാണോ ചോദിക്കണേ? അല്ലെന്ന് ചോദിക്കണം. അപ്പൊ നമുക്ക് അത് ഡിസ്കൗണ്ടിങ് ആണെന്ന് പറഞ്ഞ പുള്ളിയുടെ ആരോഗ്യത്തിൽ പുള്ളിക്ക് താല്പര്യമില്ല, അത് കെട്ടേ അടങ്ങും അല്ലേ? ഞാൻ ഉത്തരം പറയട്ടെ? പറയേ. ഓക്കെ, രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, മാഷക്ക് അത്യാവശ്യം ട്രാൻസാക്ഷൻ അനാലിസിസ് അറിയണതാണ്. അതുകൊണ്ട് ഡ്രോപ്പ് ഡെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതായത് ഇങ്ങനെ രോഗം ബാധിച്ച് ചാവാനുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക്, പേ ഓഫിലേക്ക് വലിച്ചു കൊണ്ടെത്തിക്കുന്ന ഒരു സ്വഭാവമാണത്. ഒന്ന്, അതാണ് TA ബേസിലുള്ള ഉത്തരം. രണ്ട്, ഞാനിപ്പോ പറഞ്ഞത് എന്താണ്? ആദ്യത്തെ കഥ ഒമാനില് മാഷി പറഞ്ഞ ശീലം പോലെ 20 വർഷത്തോളം ഇടതുവശത്തെ ഡ്രൈവർ സീറ്റിലിരുന്ന് റോഡിന്റെ വലതുവശത്തൂടെ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് റോഡ് കണ്ട് പകച്ച്, അതും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റപ്പിൽ ഞാൻ എന്റെ സ്വഭാവം മാറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നാ ഞാൻ വണ്ടി ഓടിക്കുവോ? അപ്പൊ അത് എന്റെ ആവശ്യമാണ്. വണ്ടി ഓടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എനിക്ക് സന്തോഷിച്ച് നടക്കേണ്ടത് എന്റെ ആവശ്യമാണ്. മാഷക്ക് സിഗരറ്റ് വലിച്ചിരിക്കേണ്ടത്, ആ കംഫർട്ട് സോണിൽ ഇരിക്കേണ്ടത് മാഷിന്റെ ആവശ്യമാണ്. ആ ഒരു മെട്രിക്സിനെ ഞാനൊന്ന് ചോദിച്ചാണ്. അപ്പൊ അതൊരു ഇഗ്നോർ ചെയ്യുന്നതല്ല. ഹീസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. അല്ല, മെട്രിക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മാഷക്ക് അറിയാം മാഷ് വലിക്കുന്നുണ്ട്, ആരോഗ്യത്തിന് ഹാനികരാണെന്ന് മാഷ്ക്ക് അറിയാം, നിർത്താനുള്ള ഓപ്ഷൻസ് വരെ മാഷ്ക്ക് അറിയാം അല്ലെ? മാഷ് എവിടെയാ സ്റ്റക്ക് ആയിരിക്കണേ? അത് നിർത്താനുള്ള പേഴ്സണൽ എബിലിറ്റി മാഷക്ക് ഉണ്ട്. പക്ഷെ അവിടെയാണ് മാഷ് ഡിസ്കൗണ്ടിങ് കിടക്കണേ. പേഴ്സണൽ എബിലിറ്റി യൂസ് ചെയ്യുന്നില്ല. എന്തിനാ ഇപ്പൊ വലിയ നിർത്തിയിട്ട്? അതന്നെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? അതാണ് അത് ലീഡിങ് ടു സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. അത് ഒരു പേ ഓഫ് മാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. ഷോർട്ട് ലൈഫ്. പറഞ്ഞല്ലോ, എല്ലാം നശിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഡൈവേഴ്സിന്റെ അറ്റത്ത് എത്തുമ്പോഴാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഡൈവേഴ്സിന്റെ അറ്റത്ത് എത്തിയിട്ട് ഇത് അറിയാൻ പാടില്ലായിട്ടൊന്നും എത്തിയതല്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എത്തിയത്. ബിക്കോസ് ഇറ്റ് നോട്ട് ഗിവിംഗ് വാല്യൂ ടു ദ ഫാമിലി. ജസ്റ്റ് ലൈക്ക് ഐ സെഡ്, ഇറ്റ് നോട്ട് ഗിവിംഗ് വാല്യൂ ടു ഹെൽത്ത് എന്ന് പറഞ്ഞ മാതിരി വാല്യൂ കൊടുക്കാത്തതുകൊണ്ട് എത്തി. അപ്പൊ പിന്നെ അനുഭവിച്ച് കടന്നു. അല്ല മാഷ, ഉത്തരണ്ട്. രണ്ടുപേരും കൂടിയിട്ടാണ് കൗൺസിലിങ്ങിന് നമ്മുടെ അടുത്തേക്ക് വരണേന്നുണ്ടെങ്കിൽ അത് പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ കൗൺസിലർ അടുത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ അവർ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ട് ഡൈവോഴ്സ് ആവല്ലേ ചെയ്യാം. അപ്പൊ രണ്ടുപേർക്കും പുറത്തേക്ക് കടക്കണം. അങ്ങനെ കടക്കണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ മാഷ് പറഞ്ഞ മാതിരി ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, എന്റെ സ്വഭാവങ്ങൾ ഞാൻ മാറ്റില്ല എന്നാണ് അതിൽ ഒരു പാർട്ട്ണർ പറയണതെങ്കിൽ മറ്റേ പാർട്ട്ണർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഓപ്ഷൻ അപ്പോഴും ഉണ്ട്. അയാളെ വിട്ടിട്ട് ഈ ലേഡിക്ക് അല്ലെങ്കിൽ ആ ഭർത്താവിന് ആരാണോ പ്രശ്നം ഉണ്ടാക്കണേ അവരെ വിട്ടിട്ട് സ്വന്തം പ്രോസ്പെരിറ്റി, പീസ്, ഹാപ്പിനെസ് നോക്കി ജീവിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ഡിസ്കൗണ്ട് മാട്രിക്സ് ചതിക്കില്ല. ഡിസ്കൗണ്ട് പക്ഷെ ഇപ്പൊ ഹാബി പറഞ്ഞാൽ അവസാനം എത്തുമ്പോഴേ ബോധം ഒതുക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. എനിവേ വണ്ടർഫുൾ പ്രസന്റേഷൻ. താങ്ക് യു മാഷേ. ഹാബിയാ, ആ ജലന വളരെ മാം നല്ല പറയൂ. സെഷൻ ആയിരുന്നു. ഇടയ്ക്ക് കറണ്ട് പോയതുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോയി. എന്നാലും ആണോ? എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ടിയെ ഞാൻ പണ്ട് പഠിച്ചതാണ്. ഏതായാലും താങ്കളുടെ ക്ലാസ് കേട്ടതോട് കൂടിയിട്ട് അത് ഒന്നുകൂടെ പഠിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുള്ളി പ്രസന്റഡ്. താങ്ക് യു മാം. ഹബീം മാഡം Yes, sir. വളരെ വളരെ നന്നായി ക്ലാസ്. ഞാനൊരു ടി എ എക്സ്പെർട്ട് അല്ലെങ്കിലും പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് പ്രോബ്ലത്തിങ് കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതിന് ഒരു ആൻസറാണ് ഇത്. കാരണം നമുക്ക് ആ സ്റ്റിമുലേ ഉണ്ട്, പക്ഷേ വി ഡോണ്ട് ടേക്ക് ആക്ഷൻ. നമ്മൾ അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുമ്പോഴാണ് വി കണ്ടിന്യൂ ടു ലിവ് ഇൻ ദ പ്രോബ്ലം. അപ്പൊ ദാറ്റ് വേ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ബേസിക്കലി ഹൗ വി ക്യാൻ ലിവ് ഹാപ്പിലി വിത്തൗട്ട് problem or solving the problem. Thank you so much. It was a wonderful section. Thank you so much. Thank you, sir. മാം എടുത്ത എക്സാമ്പിൾസ് ആണ് അതിഗംഭീരായിരിക്കുന്നത് മാം. Thank you, Sajni. മാം, ഇത് ഞാൻ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്, വളരെ നന്നായി പഠിച്ചു തന്നെയാണ്. പക്ഷെ മാം വേറൊരു ലെവലിലേക്ക് എത്തിച്ചത് കേട്ടോ. അതാണ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. Thank you, sir. ഞാൻ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതൊരു അപാര ഇതായി പോയി. ഇറ്റ് വാസ് വെരി നൈസ്. Thank you, sir. മാം ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് വഴി ഓട്ടോമാറ്റഡ് നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഇല്ലാതാക്കാലോ. മുറിഞ്ഞു പോയി സാർ പറഞ്ഞത്. ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ സ്ക്രിപ്റ്റ് തിയറി ഒക്കെ കൂടിയിട്ടേ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഇല്ലാതാക്കാലോ. ഓട്ടോമാറ്റഡ് നെഗറ്റീവ് തോട്ട്സ് തന്നെ ഇല്ലാതാക്കാലോ അല്ലെ? ഇങ്ങനെയാണെങ്കിൽ മാമിനെ കണക്ട് ചെയ്ത് വളരെ നന്നായി അത്. താങ്ക് യു സർ. സാധാരണ ഇതില് ഓട്ടോമാറ്റിക് തോട്ടിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്നല്ലേ പറയുന്നത് അല്ലെ? അത് കൺട്രോൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ കാര്യമില്ലേ? അത് വെരി നൈസ്, വെരി നൈസ്. വേറൊരു ലെവലിലേക്ക് എത്തിച്ചു മാം. ജീനിയസ് ഹാൻഡ്ലിംഗ്. താങ്ക് യു സർ. ഹബി, ഗുഡ് ഈവനിങ്. ഒരുപാട് നാൾ കൂടിയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതായത് ഈ സൈക്കോളജിയുടെ ടെക്നിക്കൽ ജാർഗൻസ് അപ്പാർട്ട്, ഒരു സാധാരണക്കാരൻ്റെ ലേമാൻ്റെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വണ്ടി ഓടിക്കാത്തവരാരുമില്ല. നമ്മളൊരു സ്കൂട്ടറോ കാറോ ടേൺ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഒരു വലിയ ബിസി റോഡിൽ ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പറയും ആ വണ്ടിയുടെ സ്പീഡും നീ ടേൺ ചെയ്യാൻ പോണതും തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഇല്ല, ഡോൺ ടേൺ. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഇൻഡ്യൂഷനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ടേൺ ചെയ്യും. കാൽക്കുലേഷൻ പക്ഷേ വരും, കൂട്ടിയിടിക്കും അല്ലേ? ഇതാണ് ഡിസ്കൗണ്ടിങ്. സിംപിളി ടോക്കിംഗ്, ഇതാണ് ഡിസ്കൗണ്ടിങ്. മനസ്സിലായില്ലേ? അപ്പോ അനുഭവവും അറിവും വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഹാബി എടുത്ത ഈ ക്ലാസ് ഒത്തിരി ഉപയോഗപ്പെട്ടു. ഇതിപ്പോ നേരത്തെ അലി സാർ പറഞ്ഞതും ഒക്കെ ആയിട്ടൊന്ന് കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്കൊരു വ്യക്തിക്ക് പേഴ്സണലായിട്ട് നന്നാകണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ള തോന്നൽ വരുമ്പോഴേ ഈ സാധനത്തിന്റെ ആവശ്യമുള്ളൂ. എസ്പെഷ്യലി ഇത് ഫാമിലിയിലുള്ള കോൺഫ്ലിക്റ്റ് എപ്പോഴാണ് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിയണ്ട, എനിക്ക് അപകടം വരും എന്നുള്ള സെൻസും ഉണ്ട്. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾ നിർബന്ധിച്ച് തിരിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതർ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ദ കറക്റ്റ് കൺട്രോൾ. പൊല്യൂഷന്റെ പോസിബിലിറ്റി ഉണ്ട്. അത് വാക്ക് തർക്കത്തിലായാലും പ്രശ്നം സോൾവ് ചെയ്യണതായാലും ശരി, ഈ പ്രശ്നം ഫാമിലിയിലുണ്ടാവും. അപ്പോ ഇതിന്റെ ആൻസർ എനിക്ക് മനസ്സിലായത് എന്നാന്ന് വെച്ചാൽ ഇത് ഒരാളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഫാമിലിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് രണ്ടുപേരും കൂടി ഒരു സമന്വയം ഇല്ല എങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം. അപ്പൊ അവിടെ ഈ ഡിസ്കൗണ്ടിങ് വെച്ചിട്ട് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ഇറ്റ് ഈസ് അപ് ടു എ പേഴ്സൺ. ഇറ്റ് ഈസ് പേഴ്സൺ ടു പേഴ്സൺ ദിസ് ഈസ് ആപ്ലിക്കബിൾ. കറക്റ്റ് ഓർ നോട്ട്? കറക്റ്റ് ആണ് സാർ. ഇപ്പൊ കപ്പിൾസ് ആണെങ്കിൽ തന്നെ രണ്ടുപേർക്കും ഇത് കൂടിച്ചേർന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ T1ലേക്ക് കൊണ്ടുപോയിട്ട് അവയർനെസ് കൊടുക്കണം. കറക്റ്റ്. എനിക്ക് അതിന്റെ ആ ഒരു ടെക്നിക്കൽ T1 എവിടെയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ സാധാരണ മനുഷ്യന്റെ സാധാരണ ചിന്താഗതിയിൽ
നമ്മുടെ മനസ്സെപ്പോഴും നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ഗീവ് സം ഇൻറ്റ്യൂട്ടീവ് ഇൻഫർമേഷൻ ടു അസ്, അല്ലേ? അതെ സർ. അതിനൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ പ്രോബ്ലത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാകും. പക്ഷേ പല പ്രശ്നങ്ങളും നമ്മുടെ കൺട്രോളിലില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കേസസ് നമുക്ക് ഒരുപക്ഷെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയേക്കും, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് പവറിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോ ക്ലാസ് നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല, യു ഡിസർവ് ഇറ്റ് ആൻഡ് യു ആർ എൻ എക്സ്പെർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ പിന്നെ അത് ഇപ്പില് ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ അമ്പലപ്പുഴ പാൽ പായസം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് മാം. മാമിന്റെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. വളരെ നമ്മുടെ സാധാ ജീവിതത്തിൽ ഉള്ള വളരെ കാര്യം ടീയെ പറ്റിയാലും കുറച്ച് അറിയാമെന്നല്ലാതെ വിശദമായിട്ട് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോ ക്ലാസ്സിലൂടെ കൂടുതൽ അറിവ് കിട്ടുന്നു. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇതിൽ യൂസ് ചെയ്യാനുള്ള കാരണം നമ്മള് അവനവനോടും സമൂഹത്തോടും എല്ലാം ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണോ, അത് ഒരു സെൽഫ് എസ്റ്റീമിന്റെ കുറവാണോ എന്ന് ഞാൻ ചോദിക്കുന്ന ഏത് വിധത്തിലൊന്നും മനസ്സിലാക്കാന്നറിയില്ല. എനിക്ക് തോന്നിയൊരു സംശയമാണ്. അതിന് മാഡത്തിന് എന്നാ പറയാനുള്ളത്? അപ്പൊ എനിക്ക് ക്ലിയർ ആയില്ല, മാഡത്തിന്റെ സൗണ്ട് വളരെ ലോ ആണ്. എന്നാലും ഞാൻ ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണേന്ന് അല്ലേ? അതിന് ഞാൻ അവനവനോട് തന്നെ ഉത്തരവാദിത്തമില്ലായ്മയോ അതേപോലെ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണോ, പിന്നെ അവരവർക്കൊരു സെൽഫ് എസ്റ്റീമിന്റെ കുറവാണോ, അങ്ങനെയൊക്കെ അതിൽ വരുന്നുണ്ടോ? അത് മാം ഞാൻ തുടക്കത്തില് പറഞ്ഞിരുന്നു. അതായത് റിയാലിറ്റി ഗ്രോണപ്പ് നമ്മുടെ ഒരു പക്വമായിട്ടുള്ള ഭാവത്തിൽ നിന്നും പക്വതയോടുകൂടെ നമ്മളൊരു പ്രശ്നത്തിനെ വീക്ഷിക്കുകയാണെങ്കിൽ സമീപിക്കുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും. അതിന് പകരം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ച ചില അനുഭവങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് ആ അനുഭവങ്ങളിൽ നിന്നും ഞാൻ ചില നിലപാടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? എന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും മാതാപിതാക്കൾ അവർക്ക് തുല്യരായവരോ ഗുരുനാഥന്മാരോ എനിക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് രീതിയിലാണ് പറയണത്. അതായത് നീ ഒന്നിനും കൊള്ളില്ല എന്ന് ഏതെങ്കിലും ഒരു ടീച്ചറോ ഒരു ബന്ധുവോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയോ കേട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തലച്ചോറിൽ റെക്കോർഡായി കിടക്കുക മെസ്സേജിൽ. ഇതൊക്കെ എൻ്റെ സെൽഫ് എസ്റ്റീം കുറയ്ക്കണതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാവും ഈ ഡിസ്കൗണ്ടിലേക്ക് പോണത്. ഉദാഹരണത്തിന് എന്റെ വീട്ടില് ഞങ്ങൾ 5 പെൺകുട്ടികളില് ഏറ്റവും ഞാൻ 5 അടി പൊക്കക്കാരിയാണ്. ഒരുപാട് പരിഹാസം അതിന്റെ പുറത്ത് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇന്ന് ഞാൻ 6 അടി പൊക്കമുള്ള ആളെന്നുള്ള ഭാവത്തിൽ നടക്കാൻ ആയിട്ടുണ്ടെങ്കിൽ അതെന്റെ അവബോധം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷൻ കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ്. എന്റെ വീട്ടില് ശൂന്യമുളക് എന്നും കാന്താരി എന്നും അല്ലെങ്കിൽ ആ ലോകത്തുള്ള എല്ലാ മോശം പേരുകളും എനിക്ക് പര്യായപദമായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഉള്ളിലേക്ക് എടുത്തെങ്കിൽ ഞാനിന്ന് സമൂഹത്തിന്റെ പുറത്തേക്ക് ഉള്ളിലേക്ക് നടുവിലേക്ക് വരില്ല. കോംപ്ലക്സ് ഉണ്ട്. അതായത് ഞാൻ ഐ എം ഗുഡ് ഫോർ നത്തിങ് അല്ലെങ്കിൽ ഐ എം നോട്ട് ഇനഫ് എന്നുള്ള ചിന്ത എന്റെ തലയിൽ ഉറയ്ക്കാൻ പാകത്തിന് കുറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനത് ആ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ഇരിക്കുന്ന ഞാനായി മാറില്ല. അപ്പൊ അത് ആ കുഞ്ഞ് എങ്ങനെ എടുത്തോ എന്നുള്ളതാണ് പ്രധാനം. കുഞ്ഞിന്റെ സെൽഫ് എസ്റ്റീം കുറയുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ. സോറി പത്മ മാം, സംശയം തീർന്നോ? വളരെ കറക്റ്റാണത്. ആനി മാം പറയും. സോറി ആനി മാം പോയോ? അവിടെ അറിയാതെ ആനി പ്രയോഗം. ഒരു മിനിറ്റ്, ആനി പറഞ്ഞോട്ടെ. ആനി പറയൂ. ആനി പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ മാം. നമ്മൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലേ മാം ഉദ്ദേശിച്ചത്? ട്രോമാസ് അല്ലെങ്കിൽ നമുക്ക് ട്രോമ തന്നെ ആണെന്നില്ല, ചില കമന്റ്സ് നമ്മൾ എടുക്കുന്നത്. കമന്റ്സിൽ നിന്ന് ഓക്കെ. അതിൽ ഇപ്പം TA പ്രകാരം പറയുമ്പോൾ നമ്മൾ PAC അത് ലിങ്കായി കിടക്കുന്നതല്ലേ, അഡൽട്ട് ലിങ്കായി കിടക്കുന്നത്. അത് വന്നിട്ട് അഡൽട്ട് ചൈൽഡ് ലിങ്ക് കിടക്കുക അല്ലെങ്കിൽ പേരന്റ് അഡൽട്ട് ലിങ്ക് കിടക്കുക.
അങ്ങനെ ഒരു പേഴ്സൺ സെൽഫായിട്ട് തീരുമാനിച്ചാൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ ഈ ചാർട്ട് മുഖേന? എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നും കൂടെ പറയൂ. മാഡം, പേരന്റ് അഡൽട്ട് ലിങ്ക് ആയി കിടക്കുക ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് Parent, ഈ adult, ചാർട്ട് child. ഉപയോഗിച്ച് Parent, പേരന്റ് adult, അഡൽട്ട് child. ചൈൽഡ് ആ. അത് ലിങ്ക് ആയി കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ടിയില്. ആ, അത് ലിങ്ക്ഡ് ആണല്ലോ, ആ ബട്ടങ്ങൾ ലിങ്ക്ഡ് ആവും. ഒന്നിച്ചാണ്. അല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാനും ജോയിന്റ് ആകുന്ന അപൂർവം ചിലരില്ലല്ലേ? അല്ല മാഡം, അതായത് പിന്നെ ഇത് അങ്ങനെ മാഡം ഉദ്ദേശിക്കുന്നത് എക്സ്ക്ലൂഷൻ ആണോ? അതായത് പേരന്റിന്റെ ആ ഒരു അറിവിൽ ആ ഒരു ഏരിയ തന്നെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കളഞ്ഞിട്ട് ചിന്തിക്കാം. അത് വന്നിട്ട് എന്താ പറയാ, ഇപ്പം ഒരു പേരന്റ് ആവുമ്പോൾ തന്നെയും അഡൽട്ട് ആവാൻ അറിയില്ല, അത് ഒരു എന്താ പറയാ അഡൽട്ട് പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകാത്ത ഒരു പേരന്റ് ചിന്തിച്ചേ. മിക്സപ്പ് ആയി പോകില്ലേ അവരൊക്കെ? സംശയം മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? ഇല്ല ഇല്ല. നമ്മൾ ആ സർക്കിളായിട്ട് വരയ്ക്കത്തില്ലേ, പേരന്റ് അഡൽട്ട്, അതില് 2 സർക്കിൾസ് തമ്മിൽ ലിങ്ക് ആവുന്നത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ചെയ്യുമല്ലോ. കണ്ടാമിനേഷൻ. അത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സെക്ലൈറ്റ്, അത് അവർക്ക് സെൽഫായിട്ട് ഈ ചാർട്ട് യൂസ് ചെയ്ത് ഡെവലപ്പ് ആവാൻ പറ്റുമോ, അതോ ഒരു കൺസൾട്ടിങ് ആവശ്യമുണ്ടോ? ഒന്നാമതായിട്ട് ആ കണ്ടാമിനേഷൻ തന്നെയാണ് ഞാൻ TA ജാർഗൻസ് ഉപയോഗിക്കാതെ പറഞ്ഞത്. പേരൻസിൽ നിന്നും കിട്ടിയ നെഗറ്റീവ് സംഭവങ്ങളും കുട്ടിയായിട്ടുള്ള അനുഭവങ്ങളും കേറി റിയാലിറ്റിയുടെ പല വശങ്ങളും കാണാതെ പോകും. അതായത് അഡൾട്ടിലേക്ക് കേറി കണ്ടാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അത് കാണാതെ പോണത്. അങ്ങനെയുള്ളവർക്ക് പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ TA പഠിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. എന്റെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ എന്റെ പേരന്റൽ ഫിഗേഴ്സിൽ നിന്നോ പേരൻസിൽ നിന്നോ എന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവായിട്ട് എന്റെ തലയിൽ കിടക്കുന്നുണ്ടെങ്കിൽ വിത്ത് TA നോളജ് അവയർനെസ്സോട് കൂടിയിട്ട് എനിക്കത് മാറ്റാൻ പറ്റും. താങ്ക് യു. ഗുഡ് ക്ലാസ്, ഗുഡ് ക്ലാസ്, സ്വീറ്റ്. താങ്ക് യു. താങ്ക് യു. ഉദയൻ. താങ്ക് യു സർ. ഹാപ്പി മാം, പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ആ സ്റ്റിമുലസ് പ്രോബ്ലം ഓപ്ഷൻസ് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവിങ്ങിലേക്കും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം പറഞ്ഞു തന്നത് വളരെ ഉപകാരപ്രദമായി. ആ എക്സാമ്പിൾസ് ഒക്കെ വളരെ ഉപകാരപ്രദമായി. താങ്ക് യു മാം. താങ്ക് യു സർ. ഇനി ആരും പറയാൻ ഉദ്ദേശിക്കണില്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് നമുക്കിത് നുള്ള ഒരു ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹാബി ഇന്ന് നമ്മുടെ മുമ്പിൽ TA വളരെ ഗഹനമായ ഒരു തത്വമാണ് അവതരിപ്പിച്ചത്. പക്ഷെ അത് TA ജാർഗൻസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അത് തന്നെയാണ് ഹാബിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം. അത് വളരെ ഭംഗിയായിട്ട് കിട്ടിയതിൽ എല്ലാവരും തന്നെ അത് പ്രയോജനപ്പെടുത്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഇതിൽ വന്ന എല്ലാവരും തന്നെ ഹാബിയെ ചെയ്തു തന്ന പ്രവർത്തിയെ അഭിനന്ദിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു ഹാബി. എനിക്ക് ഒരു മിനിറ്റ് കൂടി തരുമോ? പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എല്ലാവരും നോക്കണം, ഇതാണ് ഹാബി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഓക്കെ, എല്ലാവരും മേടിച്ച് വായിക്കണം എന്ന്, പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കണവരെല്ലാവരും ഈ പുസ്തകം മേടിച്ച് വായിക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊല്ലാതെ കൊല്ലും, ആ വാക്കാണ് ഇതിനെ സൂക്ഷിച്ച് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്ന വിഷയം. അതായത് നമ്മൾ സൈക്കോളജിക്കൽ കില്ലിംഗ് ഉണ്ട് കുടുംബ ബന്ധങ്ങളിൽ, എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ബിറ്റ്വീൻ പേരൻസ് ആൻഡ് കിഡ്സ്. അപ്പൊ എങ്ങനെ നമ്മൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഇത് ഏതാണ്ട് ഒരു 300ഓളം 275ഓളം പേജുകൾ വരുന്നൊരു പുസ്തകമാണ്. വളരെ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് എല്ലാം ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ആധികാരികമായിട്ട് ഈ പുസ്തകം താളോട് താള് ഞാൻ മുഴുവൻ വായിച്ചെന്ന് അവകാശപ്പെടണമെന്നില്ല, പക്ഷെ കുറേയധികം പേജുകളിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ
ഇത് വളരെയധികം ഇതായിട്ടുള്ള നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഗാർഹിക അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലെ ഒരു പ്രശ്നമാണ്. ഈ അതായത് നമുക്ക് ഇറങ്ങി ഓടിപ്പോകാനും പറ്റിയല്ല, നമ്മൾ ആ ചക്രവ്യൂഹത്തിനകത്ത് പെട്ടുപോവുകയും ചെയ്യും. അപ്പൊ നമ്മളെ കൊല്ലാതെ കൊല്ലുന്ന ഒരു ജീവിതാനുഭവത്തിന്റെ നേർചിത്രത്തിന്റെ ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിളാണ് ഇതിനകത്ത് മുഴുവനും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് മേടിച്ച് വായിക്കുന്നത് നമ്മളുടെ ചിന്തകളെ ഒന്ന് നേർവഴിക്ക് നടത്താനായിട്ട്, അറ്റ്ലീസ്റ്റ് കുറച്ച് വഴക്കുകളെങ്കിലും കുടുംബത്തിലൊന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട്, മറ്റൊരാളെ ചില ആയുസ് കുറഞ്ഞു പോവുകയും നമ്മൾ ഈ പരിപാടി ഈ സൈക്കോളജിക്കൽ കില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആയുസ് കുറഞ്ഞു പോകും. അങ്ങനെ കുറച്ചാളോടൊക്കെ ജീവിച്ചായിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരെണ്ണം മേടിച്ച് ഇതിന്റെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 10-400 രൂപയാണ്. ഇതൊരു വലിയ നഷ്ടമായിരിക്കില്ലെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. താങ്ക് യു. താങ്ക് യു ഔസഫ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്നിവിടെ നന്ദി പറഞ്ഞോളൂ. വിജയ് എന്താ പറയണേ? ബുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിടെയാണ് ഹാബി മാം? ബുക്ക് എന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, അയച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ. മാമിന്റെ വേറൊരു പുസ്തകം കൂടി ഉണ്ടല്ലോ അല്ലേ? സ്ട്രെസ് സിറപ്പ് സാറിന്റെ കൂടെ എഴുതി. ഹാബിയുടെ നമ്പർ, മാമിന്റെ നമ്പർ ഒന്ന് പ്രൊവൈഡ് ചെയ്യാമോ? മെസ്സേജ് ചെയ്യാമോ? 8075979835. 807 597 597 9835. 9835. ഹാബി മാം ക്ലാസ് കേൾക്കാൻ പറ്റില്ല, ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുക്കായിരുന്നു. ഓക്കെ ഓക്കെ മാം. കൺഗ്രാലേഷൻ. താങ്ക് യു. യൂട്യൂബിൽ ഉണ്ടെങ്കിൽ വിട്ടുതരണം കേട്ടാ.